ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യമാണ്. ഇങ്ങനെയാണ് വാക്യം: ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ഏലിയുടെ ഭവനത്തിന്, ആരാണ് ഏലി? പഴയ നിയമത്തിൽ ഒരു പുരോഹിതനും ന്യായാധിപനുമായ ഒരു മനുഷ്യൻ, ശമൂവേൽ ബാലന്റെ മെന്ററാണ്, അദ്ദേഹത്തിൻ്റെ ഗൈഡാണ് എന്നൊക്കെ പറയാം. ആ ഏലി എന്ന് പറയുന്ന പുരോഹിതന്റെ രംഗപ്രവേശം ശമൂവേൽ ബാലന്റെ അമ്മച്ചി ഹന്നായുമായുള്ള ദേവാലയത്തിലെ ഒരു ചെറു സംവാദമാണ്. അതൊക്കെ നമുക്കറിയാവുന്നല്ലേ. എന്നാൽ ആ ഏലിയോട് ഒരു ശാപം, അതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. വീണ്ടും വായിക്കട്ടെ. ഏലിയുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. ഇതൊരു ശാപത്തിന്റെ വചനാണ് ഇന്ന് രാത്രി ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾ സമയം കിട്ടണം ഈ ശുശ്രൂഷയ്ക്ക് ശേഷം. ഇതിൻ്റെ എക്സ്റ്റൻഷനാണത്. 1 ശമൂവേൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ പിന്നീടൊന്ന് വായിക്കണം. ഇപ്പം വായിക്കരുത്. വേദപുസ്തകം വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു, പിന്നെ വായിച്ചാൽ മതി. ഇപ്പം വായിക്കണ്ട. ഏലി, ഗോഡ് ഈസ് ഹൈ, യഹോവ ഉന്നതൻ എന്നാണ് അത് ആ വാക്കിൻ്റെ അർത്ഥം. 40 വർഷം അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. 25ന്റെ ജൂബിലി ഉണ്ടല്ല, അടിച്ചു പൊളിച്ച് നടത്തിയ ആളാണ്. വലിയ ഷാമിയാനപ്പന്തലൊക്കെ ഇട്ട് നല്ല ഒന്നാന്തരായിട്ട് നടത്തിയ ആളാണ്. 40 വർഷം ശുശ്രൂഷ ചെയ്തു. 98ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 98 വയസ്സുള്ള ഒരു പുരോഹിതൻ, 40 വർഷത്തെ പട്ടത്വം ഒക്കെയുള്ളയാൾ. പക്ഷെ ഏലി പുരോഹിതൻ വേദപുസ്തകത്തിൽ പരാജയത്തിൻ്റെ കറുത്ത രൂപമാണ്. ഇരുളും വെളിച്ചവും മാറി മാറി നിഴലിക്കുന്നൊരു ജീവിതം. കാലത്തിന് മുമ്പിൽ ചില ഓർമ്മപ്പെടുത്തലുകളുമായി നിൽക്കുകയാണ് ഈ മനുഷ്യൻ. ഞാനിന്ന് ഈ വാക്യം എടുക്കാനും ഈ മനുഷ്യനെ കുറിച്ച് പറയാനും കാരണം, നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിൻ്റെ പരിസരങ്ങളിലും ഇങ്ങനെ ഒരാൾ ഉണ്ട് സ്നേഹിത. അതുകൊണ്ടാണ് നമ്മുടെ മനസാക്ഷിയുടെ ശിഖരങ്ങളിൽ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ മഴപ്പെയ്ത്തായി ഹൃദയവയലുകളിൽ മുളപൊട്ടേണ്ട മൂല്യബോധങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളുമായി ചരിത്രത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് ഏലി. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഏലി പുരോഹിതനിലേക്ക് കൊണ്ടുപോവുകയാണ്. ശമൂവേൽ ബാലനോട് ഒരു രാത്രിയുടെ യാമങ്ങളിലൊന്നിൽ ചില ദർശനങ്ങളും അരുളപ്പാടുകളും ഒക്കെ ദൈവം കൊടുത്തപ്പോൾ ഈ വിളിപ്പാടകലെ ഈ വൃദ്ധനായ 98 വയസ്സുകാരൻ തളർന്നുറങ്ങുന്നുണ്ട്. ശമൂവേൽ ബാലനോടാണ് ദൈവം പറയുന്നത്, അല്ലയോ ശമൂവേലെ, നിന്റെ ഗുരുനാഥനുണ്ടല്ലോ, നിന്റെ തീസിസിന്റെ ഗൈഡ് ഉണ്ടല്ലോ, നിന്റെ മോട്ടിവേറ്റർ ഉണ്ടല്ലോ, ആ ഏലി പുരോഹിതൻ, അങ്ങേരുണ്ടല്ലോ. 98 വയസ്സായ അച്ഛനാണത്, അതൊക്കെ ശരിയാണ്. 40 വർഷത്തെ ശുശ്രൂഷയുള്ള ആളാണ്. പക്ഷേ എൻ്റെ മക്കളെ, എൻ്റെ പൊന്നുമോനെ ശമൂവേലെ, നിന്റെ മുറിയുടെ അപ്പുറത്ത് കടന്നുറങ്ങുന്ന 98 വയസ്സുള്ള നരച്ച വൃദ്ധനായ പുരോഹിതൻ, അയാളുടെ ഭവനത്തിന്റെ അകൃത്യത്തിന് ഒരു യാഗത്താലും വഴിപാടിനാലും പരിഹാരം വരികയില്ല. ഇത് കേട്ടപാടെ ശമൂവേൽ ബാലൻ വിറങ്ങലിച്ചു പോയി. സ്വന്തം ഗുരുനാഥന് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ശിഷ്യന് വെളിപ്പെടുത്തുക. ശമൂവേൽ ബാലൻ എങ്ങനെ ഇത് ഗുരുവിനോട് പറയും? എൻ്റെ ഗുരു, ഇങ്ങനൊക്കെ ആണല്ലോ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഈ ഏലി പുരോഹിതനെ ഈ ഇടവകയുടെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ജാലകപ്പാളികൾക്ക് മുമ്പിൽ ഒന്ന് വരച്ചിട്ടോട്ടെ. അതിനാണ് ഞാൻ വന്നത്, അതിനാണ് ഞാൻ പ്രാർത്ഥിച്ചത്, അതിനാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഏലി ഈ രാത്രി വൃദ്ധരുടെ സുവിശേഷമാണ്. ഈ രാത്രി വൃദ്ധരെ കുറിച്ച് അല്ല,
ഇത്തിരി പ്രായമായവരെ കുറിച്ച്, ആ വാക്കൊന്നും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ്. ഇത്തിരി പ്രായമായവരെ കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ്. 98 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാന നാളിൽ 98ാമത്തെ വയസ്സിൽ ഇതുപോലൊരു ശാപം പേറി, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയം പടം മടക്കേണ്ടി വന്ന കാലം എത്ര ദുരന്തമാണ്. ഈ മനുഷ്യനെ കുറിച്ച് ഇന്ന് രാത്രി 3 കാര്യങ്ങൾ ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ആരാണ് ഏലി പുരോഹിതൻ? എന്തുകൊണ്ട് ഏലി പുരോഹിതൻ ശാപം വാങ്ങി? സാധാരണ നിങ്ങൾ പറയും, അച്ചോ പെരുന്നാളല്ലേ, അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കൂ. നമുക്കിന്ന് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പദം, 1 സൗഖ്യം, 2 അനുഗ്രഹം. ഹീലിംഗ് ആൻഡ് ബ്ലെസ്സിങ്. അതിന് നമ്മൾ ഏത് 21 ആഴ്ചയോ അവിടെ പോവും, ആ ടെറസിൻ്റെ മണ്ടയിൽ പോവും. അല്ലെങ്കിൽ ഏത് ആഴ്ച 7 ആഴ്ച വേണമെങ്കിലും മറ്റിടത്ത് പോവും. കാരണം നമുക്ക് 2 കാര്യങ്ങൾ മതി. പ്രോസ്പെരിറ്റിയുടെ ഒരു മുഖമാണ് ക്രൈസ്തവ മതത്തിന് ഇന്ന് ആധുനിക സുവിശേഷകർ കൊടുക്കുന്നത്, സൗഖ്യം, അനുഗ്രഹം. എന്നാൽ ഇന്ന് രാത്രി സൗഖ്യത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചുമല്ല, ഏലി പുരോഹിതൻ എന്തുകൊണ്ട് ശാപം വാങ്ങി, അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ഈ പെരുന്നാളിന് 2 സാധ്യതയുണ്ട്. 1 അനുഗ്രഹം, 2 ശാപം. ഈ പരിശുദ്ധന്മാരുടെ പെരുന്നാളിൽ ഉപയോഗിക്കുന്നൊരു പാട്ടുണ്ട്. ഈ ഏവൻഗേലിയോന്റെ ശേഷമാണെന്നാണ്. ഇപ്പം മർത്തശ്മുനി അമ്മയുടെ പെരുന്നാളാണെങ്കിൽ ആ പേര് ചേർക്കും. അവിടെ കുർബാനക്രമത്തിൽ എഴുതിയിരിക്കുന്നത് മാർത്തോമ എന്നാണ്. മാർത്തോമാതൻ പെരുന്നാളിൻ എന്നെ വിളിച്ചീശൻ, എൻ പാപത്തെ ഓർത്തപ്പോൾ പോകാൻ ഞാൻ ഞെട്ടി, പോയില്ലെന്നാൽ അയ്യോ ഞാൻ അന്യൻ എന്ന് പറഞ്ഞാൽ, മാർത്തോമായുടെ പെരുന്നാളിൻ എന്നെ വിളിച്ചീശൻ, മർത്തശ്മുനിയുടെ പെരുന്നാളിൻ എന്നെ വിളിച്ചീശൻ. അയ്യോ, നോട്ടീസ് അടിച്ച് വീട്ടിൽ കൊടുത്തു വിട്ടു ജിബിനച്ചൻ, എൻ പാപത്തെ ഓർത്തപ്പോൾ പോകാൻ ഞാൻ ഞെട്ടി. എന്റെ പാപത്തെ ഓർത്തപ്പോൾ എങ്ങനെ ഞാൻ പോകും, എങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കും? പോകാനൊരു മടി. ഇത് ശാപമാകുമോ? പോയില്ലെന്നാൽ അയ്യോ ഞാൻ അന്യൻ. പോകാതിരുന്നാൽ ഞാൻ അന്യനായി പോകുമല്ലോ. ഇങ്ങനൊരു കൺഫ്യൂഷൻ എങ്ങാനും തോന്നിയിട്ടുണ്ടോ? ഹേയ്, എവിടെ പോയാലും കുഴപ്പം, പോയില്ലേലും കുഴപ്പം. ഇത് ശാപത്തിനുമാകാം, അനുഗ്രഹത്തിനുമാകാം. അങ്ങനെ 2 സാധ്യതകൾ പലപ്പോഴും വെച്ചു നീട്ടുന്നുണ്ട്. അതുകൊണ്ട് പാപത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് തിരുമുമ്പിൽ വരാനാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഏലി പുരോഹിതൻ ശാപം വാങ്ങി. പ്രിയപ്പെട്ടവരെ, 3 കാരണം. 1, അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്തൊരു 98കാരൻ. A life that begins in beauty and ends in dirt. DIRT. അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്തു. ആര്? ഏലി. ശ്രദ്ധിക്കൂ, ഏലി പുരോഹിതൻ തുടങ്ങിയത് എങ്ങനെയാ? ശീലോവിൽ സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് പുരോഹിതരും അവിടെ തന്നെ താമസിക്കും. ഇസ്രായേലിന്റെ ന്യായാധിപനായിരിക്കത്തക്കവണ്ണം യൗവനത്തിൽ സമർത്ഥനായ ഒരു ഏലി, പൗരോഹിത്യ ശുശ്രൂഷയും ന്യായപാലനവും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഡബിൾ റോൾ. എ ക്രിയേറ്റീവായിട്ടുള്ള ഒരു യൗവനം. ശീലോവിലെ പുരോഹിതൻ എന്ന അഴകുള്ള മേൽവിലാസവും പേറി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 25ാം വർഷത്തെ ജൂബിലി ആഘോഷിച്ച മനുഷ്യൻ അഴകോടെ ആരംഭിച്ചു. 50ന്റെ ജൂബിലി വരുന്നുണ്ട്, 40 വർഷമായി. പക്ഷേ നിയോഗങ്ങളുടെ നിറവിൽ തുടങ്ങിയ ജീവിതം നീറുന്ന നിസ്സഹായതയിൽ ഒടുങ്ങി. ഞാൻ പറയും, നിയോഗങ്ങളുടെ നിറവിൽ തുടങ്ങി കുറവുകളുടെ വിയോഗത്തിൽ ഒടുങ്ങി. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എനിക്ക് പറയാൻ ഇഷ്ടം തോന്നുന്നു.
നിയോഗങ്ങളുടെ നിറവിൽ തുടങ്ങി, എ ഗ്ലോറിയസ് ബിഗിനിങ്, പക്ഷേ ബട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. നിയോഗങ്ങളുടെ നിറവിൽ തുടങ്ങി, പക്ഷേ കുറവുകളുടെ വിയോഗത്തിൽ ഒടുങ്ങി. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു, ചാരുതയോടെ തുടങ്ങി, ചതഞ്ഞൊടുങ്ങി. എത്ര ഭംഗിയായിട്ടാണ് ശമൂവേൽ ബാലനോട് പറയുന്നുണ്ട്, മക്കളെ, ഇനി നീ ദൈവശബ്ദം കേൾക്കുമ്പോൾ യഹോവയെ കൽപ്പിക്കണമേ, അടിയൻ കേൾക്കാമെന്ന് പ്രതികരിച്ചോണം. എന്നാൽ ഈ ഏലി പുരോഹിതൻ മരിക്കുന്നത് 98-ാമത്തെ വയസ്സിൽ ദുരന്തത്തിന്റെ മരണമാണ്. ഒരു ഉമ്മറപ്പടിയിൽ നിന്ന് 4-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്, അറ്റാക്ക് വന്ന് പുറകോട്ട് വീണ് മറിഞ്ഞ് കഴുത്തൊടിഞ്ഞ് ഒരു കോലമായി മരിച്ചയാളാണ്. ഉയർന്നിരിക്കേണ്ട നട്ടല്ലും ശിരസുമായി ഇരിക്കേണ്ട ഒരു പുരോഹിതന്റെ ശിരസൊടിഞ്ഞ് മരിക്കുന്ന ദുരന്തമുഖം. ആ മനുഷ്യൻ മരിക്കണ നേരത്ത് അങ്ങേർക്ക് ഒരു കൊച്ചുമോനുണ്ടായി. പേര് പറയാമോ? ആ പേരിട്ടത് തന്നെ ശാപത്തിന്റെ പേരാ. എന്താണെന്നറിയാമോ? ഈഖാബോദ്. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് നാട്ടുകാർ വന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ അറ്റാക്ക് വന്ന് 98-കാരൻ പുറങ്ങോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചപ്പോ മകൻ ഫിനെഹാസിന്റെ ഭാര്യ 9 മാസം ഗർഭിണിയാണ്. ഈ വല്ലാത്ത വർത്തമാനം കേട്ട് തന്റെ ഭർത്താവൊക്കെ മരിച്ചു, പെട്ടകം പിടിപെട്ടു എന്ന് കേട്ടപ്പോൾ അവള് മാസം തികയുന്നതിന് മുമ്പേ പ്രസവിച്ചു. ഒരു പേര് വിട്ടു. 28 വരെ നോക്കി നിന്നില്ല, 28 കെട്ടാനും നോക്കി നിന്നില്ല. ഈഖാബോദ്. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. വല്യപ്പൻ 40 വർഷത്തെ ശുശ്രൂഷയുള്ള അച്ഛൻ ചതഞ്ഞൊടുങ്ങുമ്പോ കൊച്ചുമോൻ ദുരന്തത്തിന്റെ നാമം പേറി ഭൂമിയിൽ ഭൂജാതനാകുന്ന ഇതുപോലൊരു ദുരന്ത ജന്മമുണ്ടോ എന്ന് നാം ചിന്തിക്കും. അഴകോടെ ആരംഭിച്ചു, അഴുക്കോടെ അവസാനിപ്പിച്ചു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയല്ലേ എല്ലാ പരിശുദ്ധ കുർബാനയിലും? എന്താ? സമാധാന മനുഷ്യർക്കുള്ള നല്ല, ബാക്കിയൊന്ന് പറഞ്ഞോളൂ, നല്ല അവസാനത്തിന്. എല്ലാ ആരാധനയിലും പ്രാർത്ഥിക്കുന്നതാണ് സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന്. പക്ഷേ ഏലി പുരോഹിതന്റെ ജീവിതം, ഈ നമ്മുടെ ജീവിതമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചുമ്മാ ഏലി പുരോഹിതനെ തെറി പറഞ്ഞിട്ട് 8-കാലിൽ നിർത്താനല്ലല്ലോ. നമ്മുടെ ജീവിതമായിട്ട് എന്നാ ബന്ധം? നമ്മുടെ പ്രത്യേകതയും നന്നായി തുടങ്ങും, മോശമായി അവസാനിപ്പിക്കും. ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ചില ഒരു വ്യത്യാസം ഇതാണ്. പഴയ നിയമത്തിൽ ആവേശത്തോടെ അഴകോടെ തുടങ്ങിയത് പലതും അഴുക്കോടെ തീർന്നേ. ശിംശോൻ എന്നാ തുടക്കമായിരുന്നു പ്രിയപ്പെട്ടവരെ. 6 പാക്കും മസിലും നീട്ടിയ മുടിയൊക്കെ ആയിട്ടൊരു സൽമാൻ ഖാൻ ശൈലിയിൽ തുടങ്ങിയ പാർട്ടി ആര്? ശിംശോൻ. പക്ഷേ അവസാനോ എന്നാ ദുരന്ത പ്രിയപ്പെട്ടവരെ. ദാവീദ് എത്ര മനോഹരമായി നിഷ്കളങ്കതയോടെ തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ അവസാനത്തിലേക്കൊക്കെ പോകുമ്പോൾ അത്ര നല്ലൊരു കഥയൊന്നും പറയാനില്ല. ശലോമോൻ ജ്ഞാനവും വിവേകവും ചോദിച്ചു വാങ്ങി ലോകത്തെ ജ്ഞാനത്തിന്റെ നെറുകയിൽ അദ്ദേഹം കയറിയിരുന്നു. പക്ഷെ അവസാനം കെട്ടി ഫറവോന്റെ മോളെ വരെ കെട്ടി 800 കെട്ടി. അറിയാമോ നിങ്ങൾക്ക്? അവസാനം മോശമായിപ്പോയി. നോഹ ഇതുപോലൊരു നല്ല മനുഷ്യനില്ല. അവസാനം മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അത് വീഞ്ഞുണ്ടാക്കി, വെള്ളമൊടിച്ച് കോൺ തെറ്റി തുണിയില്ലാതെ കിടന്ന കഥയും പ്രസിദ്ധം. നന്നായി തുടങ്ങി. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ശൗൽ, ഇസ്രായേലിനെ ഒരു പൊളിറ്റിക്കൽ പവറാക്കി രൂപപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ, എത്ര നന്നായി തുടങ്ങി. പക്ഷെ അവസാനം ഗിൽബോവ പർവ്വതങ്ങളെ ഉയരങ്ങളിൽ ഒരു വാളിന്റെ മേൽ ആ ജീവിതം അവസാനിക്കുമ്പോൾ വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. എത്ര മോശപ്പെട്ട അവസാനമാണ്. നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരണം. നന്നായി തുടങ്ങിയ ഇസ്രായേലിന്റെ രാജാക്കന്മാരുണ്ട്. ശലോമോനെ പോലെ അവസാനിപ്പിച്ചത് അഴുക്കോടെയാ. യോവാശ്, ഉസിയാവ്, ആസ, ഇസ്കിയാവ്, എത്രയോ പേർ നന്നായി തുടങ്ങി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നോക്കൂ. വളരെ മോശക്കാരായി ആരംഭിച്ച ചിലരുണ്ട്. നാറുന്ന വലയും വള്ളവും മീൻകൊട്ടയും ഒക്കെ ആയിട്ട് കഥ പറഞ്ഞു തുടങ്ങിയ ചില മനുഷ്യർ. അപ്പോസ്തോലത്വത്തിന്റെ കമനീയ കാന്തിയിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു കമനീയ ചിത്രം പുതിയ നിയമത്തിൽ കാണാം. എത്രയോ ശിഷ്യന്മാർ. പൗലോസ്ലീഹ ഗുണ്ടയായി തുടങ്ങുകയും തമ്പുരാന്റെ ചെണ്ടയായി തീരുകയും ചെയ്തയാളാണ്. മോശമായി തുടങ്ങി. ശമരിയാക്കാരി അഡ്രസ്സില്ല, 5 ഭർത്താക്കന്മാരുടെ ലിസ്റ്റ് മാത്രമേ കയ്യിലുള്ളൂ. പക്ഷെ അവൾ ഒരു സാക്ഷിയായി മാറിയില്ലേ. മഗ്ദലക്കാരി ഇറങ്ങിപ്പോയ ഭൂതങ്ങളുടെ കണക്ക് മാത്രം പറയാൻ നാട്ടുകാരുണ്ട്. പക്ഷെ അവൾ ആരായി മാറി? പുതിയ നിയമം ഇങ്ങനെയാണ്. ചില മനുഷ്യരുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ തുടങ്ങും.
പക്ഷെ വളരെ കമനീയമായി അവസാനിപ്പിക്കും. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പിതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളോട് ലോകം ചോദിക്കുന്നത്, ഇന്ന് രാത്രി ഏലി പുരോഹിതനെ കുറിച്ച് ചോദിക്കുമ്പോൾ കുഞ്ഞേ ക്ലൈമാക്സ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ജീവിതമേ വിലയിടാൻ പോകുന്നത് എങ്ങനെയെന്നറിയാം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന പതിനായിരങ്ങളല്ല കേട്ടോ. നമ്മുടെ ഈ പടയോട്ടങ്ങളിൽ കണ്ടുമുട്ടുന്ന ആരുമല്ല. നമ്മുടെ മരണനേരത്തിന് സാക്ഷിയാകുന്ന 2-3 പേരിലാണ് നമ്മുടെ ജീവിതത്തിന് സർട്ടിഫൈ ചെയ്യാൻ യോഗ്യതയുള്ളത്. നമ്മൾ മരിക്കാൻ നേരം ലോകം മുഴുവൻ ക്രിസ്തു വിരോധിയായി സംസാരിച്ച ഒരാളാണ് വോൾട്ടയർ. യേശുവിന് വിരോധിയായിരുന്നു, പക്ഷെ വലിയ തത്വചിന്തകനൊക്കെയാണ്. മരിക്കാൻ നേരം ദൈവനിഷേധിയായ മനുഷ്യന്റെ അടുത്ത് നിന്ന് സിസ്റ്റർ ഉണ്ടല്ലോ, നേഴ്സ്, ആ പുള്ളി മരിച്ചു കഴിഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വയ്യന്റെ പൊന്നോ, ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവമില്ലാത്തൊരു മനുഷ്യന്റെ മരണക്കിടക്കയിൽ ഇനി എനിക്ക് മേല. എങ്ങനെ അവസാനിപ്പിക്കുന്നു? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഓൾ ഈസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. നന്നായി അവസാനിപ്പിക്കുമെങ്കിൽ എല്ലാം നന്നാവും. യേശു അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ എതലസ്തായി, ഇറ്റ്സ് ഫിനിഷ്ഡ്. എന്താണ് നിവൃത്തിയായി? പൂർത്തിയായി, ഒക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ചിരിച്ചോണ്ട് 33-ാമത്തെ വയസ്സിൽ. നമ്മളിവിടെ 66 തുടങ്ങിയിട്ട് പോലുമില്ല. അവിടെയാണ് 33-ാമത്തെ വയസ്സിൽ. അതിനൊരു മറ്റൊരു അർത്ഥമുണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ ചിന്ത പറഞ്ഞാൽ, കഠോപനിഷത്ത് പറയും, ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് പ്രവൃത്തി എന്നാണ്, ഭോഗം എന്ന് പറയും. ഒടുക്കത്തോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഭോഗം, പ്രവൃത്തിയിൽ മുഴുകിയവരാണ്. എന്നാൽ നമ്മളിവിടുന്ന് പോകുമ്പോൾ നിവൃത്തിയാകണം, യോഗം. പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക്, അതാണ് യോഗം. മരണം ഒരു യോഗമാണ്, പരമാത്മയോഗം. പരമാത്മാവുമായിട്ട് യോഗം ഉണ്ടാവുക, അതാണ് നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓർക്കണം, ഒരുപാട് പേരുണ്ട്. ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? ഇതാണ് ചോദ്യം. ഏലി പുരോഹിതൻ നന്നായി തുടങ്ങി, പക്ഷേ അവസാനം പാളിപ്പോയില്ലേ? നമ്മളോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരു ജീവിതം ആരംഭിക്കുമ്പോഴുള്ള ആ സുഗന്ധം ഇപ്പോഴുണ്ടോ? ഈ മണക്കാല കെട്ടിച്ചോണ്ട് വന്നിട്ട് സഹോദരി 17 വർഷമായി, അല്ലെ 41 വർഷമായി ധൈര്യപ്പുണ്ട്. ഈ മണക്കാല വന്ന കാലത്തെ ആ ജീവിതത്തിന്റെ ഹൃദ്യത ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇരിപ്പ് കണ്ടാലറിയാം എവിടെ ഉണ്ടാകാനാച്ചോ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്ലേ, ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ, ഒരു പ്രണയം തുടങ്ങുമ്പോൾ, ഒരു സൗഹൃദം സ്ഥാപിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ ഉണ്ടായിരുന്നതൊക്കെ അങ്ങ് കുറഞ്ഞു പോകുന്നില്ലേ? തുടക്കത്തിൽ അതിനോട് പുലർത്തുന്ന ഒരു അടുപ്പം പിന്നീടില്ല. അല്ലെ, കല്യാണം കഴിച്ച് കുറെ പഴകിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ചോദിച്ചാൽ മതി, എങ്ങനെയുണ്ടപ്പോ? ഇപ്പം എൻ്റെ പൊന്നു മോളെ ചാറ്റ് ചെയ്തിട്ട് ഈ ചേട്ടനെ മാത്രം ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. കുറെ പഴകിയവരോട് ചോദിക്കുക, ആദ്യത്തെ ഊഷ്മളതയൊന്നും പിന്നീടില്ലെന്നേ. എന്നാൽ അങ്ങനെയുള്ള ചില ജീവിതങ്ങളും ഉണ്ട്. ആരംഭത്തിൽ വിളമ്പുന്നതിനൊക്കെ ലഹരി ഉണ്ടാകും, പിന്നീട് എപ്പോഴോ മടുപ്പിച്ചു തുടങ്ങും. 2 കാര്യം മറക്കരുത് കേട്ടോ ജീവിക്കുന്നെങ്കിൽ. ഒന്ന്, കാനാവിലെ അവസാനത്തെ പന്തി. ഏതായിരുന്നാലും അത് സുറിയാനി ക്രിസ്ത്യാനികളായിരിക്കത്തില്ല. അതിനകത്ത് അവസാനത്തെ പന്തി നോക്കി നിൽക്കില്ലല്ലോ നമ്മൾ. അവിടെയാണ് ഏറ്റവും നല്ല വീഞ്ഞു വിളമ്പിയത്. അവസാനത്തെ പന്തിയിലും ഏറ്റവും നല്ലത് വിളമ്പുന്ന ചില ജീവിതങ്ങളുണ്ട്. ഇവിടെയൊക്കെ കണ്ടാൽ ആ ജംഗ്ഷനിൽ ഇറങ്ങിയ ചിലപ്പം 77 വയസ്സുള്ള അമ്മച്ചിയെ കൈപിടിച്ചിട്ട് 82-കാരൻ അപ്പച്ചൻ റോഡ് കുറുക്കിയാടാൻ നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. ആ നിൽപ്പിന്റെ പേരാണ് കാനാവിലെ അവസാനത്തെ പന്തി. അവസാനത്തെ പന്തികളിൽ നല്ല നിറച്ച് വിളമ്പും. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുന്ന കല്യാണം കഴിച്ച നാളുകളിൽ നിങ്ങൾ 2 പേരോടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എപ്പോഴും അത് പല വണ്ടിയിലായി, പല സമയത്തായി. എന്നാൽ ഇപ്പം നോക്കിക്കുക, പിള്ളേരൊക്കെ ഒരു വഴിക്കായി മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അപ്പച്ചനും അമ്മച്ചിയും തന്നെയായി, 2 കൂടെ വീട്ടിൽ. മോളെ നരിയാപുരത്ത് ഒരുത്തിയെ ചെങ്ങന്നൂരും കെട്ടിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർക്കാരി വന്ന് അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, അമ്മച്ചിയെ 2 ദിവസം എൻ്റെ കൂടെ വിടുവോ നിങ്ങൾ? വിടുകയല്ല. കാരണം എന്താ, ഈ പ്രായമാകുമ്പോൾ ഇവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് കുറച്ചുകൂടെ കൂടും അല്ലേ? അവർ തമ്മിലൊന്ന് പിരിഞ്ഞിരിക്കാൻ തന്നെ പാടാണ്. നീ കൊണ്ടുപോകണം, നീ കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയാലും നാളെ വൈകിട്ടിങ് പറഞ്ഞു
കൊണ്ടാക്കണം. കൊച്ചു പിള്ളേരൊക്കെ ആയിരുന്നു പറയുന്നത്, മിടുക്കണം, പറയണം മോനെ, പറയണം. അതാണ് ഈ പ്രായമാകുമ്പോൾ അങ്ങനെ ഒരു ബോണ്ടി. എങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ഇനി ഇതിനെ എവിടെങ്കിലും കൊണ്ടുപോക്കുമെന്ന് പറയുന്നോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കാനാവിലെ അവസാനത്തെ പന്തി. ഒരെണ്ണം കൂടെ മറക്കരുത്. ഏതാണെന്നറിയാം? മരുഭൂമിയിൽ 3 ദിവസം വിശന്ന് പണ്ടാരടങ്ങി നിന്നപ്പോൾ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് കൊടുത്തു. വിളമ്പുന്നതിന് മുമ്പ് ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞു. എത്ര വീതം ഇരുത്തിയത്? പറയൂ, എത്ര വീതം ഇരുത്തിയത്? 50 പേരെ വീതം. എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ കർത്താവേ, എത്ര പേരുണ്ടായിരുന്നു? കർത്താവ് അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്തിട്ട് എത്ര പേർക്കാ? 5000. ബാക്കി ബൊഫയാ. ഈ 5000 പേരെ 50 വീതം ഇരുത്തിയാൽ എത്ര പന്തി കാണും? എടുത്തു വെച്ച് ഗുണിച്ചേ, പറയൂ. 100. 100 പന്തി ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച്, ആ മനോമുകുരത്തിൽ തിബിരിയാസിന്റെ പുൽമേടുകളിൽ ചാഞ്ഞു കിടക്കുന്ന ആ തിബിരിയാസിന്റെ ആ പുൽത്തീരത്ത്, ആ മലഞ്ചെരുവിൽ 50 വീതമുള്ള 100 പന്തി ഇതേ കാണാം. കണ്ടോ? അപ്പൊ വിളമ്പൂട് ആലോചിച്ചോണം. അപ്പോ മീനും ആദ്യം മുതലേ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം പന്തി, 2-ാം പന്തി, 3-ാം പന്തി, 1-ാം പന്തി, 2-ാം പന്തിയിലൊക്കെ മണക്കാലക്കാരൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഇവിടെ 100-ാമത്തെ പന്തി ഉണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. 100-ാമത്തെ ഒരു പന്തി. അവിടെ ഇരിക്കുന്നവൻ്റെ മനോവിചാരം എന്നായിരിക്കും? ഇവിടെ എത്തുമോ എന്തോ, ഇവിടെ വല്ലതും കിട്ടുമോ, വിളമ്പി ഇവിടെ വല്ലതും വരുമോ? അല്ലേ? 8 പേരിരിക്കുന്ന മേശയിലിരിക്കുന്നപ്പം തന്നെ നമുക്കറിയാമല്ലോ, കണ്ണും കൈയും എത്താത്ത വെപ്രാളം. ആ 100-ാമത്തെ പന്തിയിൽ നിങ്ങൾ പറ, ഈ പള്ളിക്കകത്തിരിക്കുന്ന ഞാനോ നിങ്ങളോ കാണുമോ? എത്ര ദിവസത്തെ വിശപ്പാ? പ്രാന്ത് കയറുന്ന വിശപ്പാ. 3 ദിവസത്തെ വിശപ്പാ. ആ 100-ാമത്തെ പന്തിയിൽ ഒരു മലയാളിയും കാണുകയല്ല, പിന്നെ ഏതെങ്കിലും വിദേശികൾ പാവപ്പെട്ടവർ കാണുമെങ്കിലേ ഉള്ളൂ. പക്ഷെ ആ 100-ാമത്തെ പന്തിയിലും നിറച്ചിട്ട് ശേഷിപ്പിച്ച ഒരു തമ്പുരാനുണ്ടെങ്കിൽ ഓർക്കണം, 100-ാമത്തെ പന്തിയിലും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. മറക്കരുത്. അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണോ? അവസാനത്തോളം നല്ലത് വിളമ്പുമോ എന്നാണ് ചോദ്യം. അവസാനത്തോളം ലഹരി പിടിച്ചിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആരാണ് ദൈവം? ഒറ്റവാചക, വളരെ സിമ്പിളായിട്ട് ആർക്കും പറയാം. ഏറ്റവും നല്ലത് നൽകിയതും എല്ലാം നൽകിയതും അവസാനത്തോളം നൽകിയതുമായ ആളെയാണ് യേശു എന്ന് വിളിക്കുക. ക്രൂശിലെ കൈകൾ വിരിച്ചിട്ട് അവസാനത്തുള്ളിയും അവസാനത്തോളം നൽകിയതും. ഞാൻ പഴയ ഒരു മരുമോടെ കാര്യം പറയാം, ഇഷ്ടപ്പെടുമായിരിക്കും. റബേക്ക ആരുടെ ഭാര്യയാണ്? ഇസഹാക്കിന്റെ ഭാര്യയാണ്. മോനെ, തെറ്റിയാലും ശരിയായാലും പറഞ്ഞോണോ ഇന്ന്? തെറ്റൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഇസഹാക്കിന്റെ ഭാര്യയാണ്. ഇസഹാക്ക് പെണ്ണ് കെട്ടിയപ്പോ അമ്മച്ചി മരിച്ച കാലാണ്. ഇസഹാക്കിന്റെ അമ്മച്ചിയുടെ പേരെന്താണ്? സാറ. സാറ മരിച്ച കാലത്താണ് ഇസഹാക്ക് പെണ്ണ് കെട്ടുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ മരുമോള് വന്നു കയറിയപ്പോൾ, റബേക്ക വന്നു കയറിയപ്പോൾ ഇസഹാക്കിന്റെ അമ്മയുടെ മരണദുഃഖം മാറി. അമ്മച്ചി മരിച്ച വിഷമത്തിലിരുന്ന് ഇസഹാക്കിന് ഈ പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ കുറേ നല്ല സന്തോഷമൊക്കെ തോന്നി. അങ്ങനെയല്ലേ ഒരു പങ്കാളി, പങ്കാളി ജീവിതത്തിലേക്ക് വന്നപ്പോൾ എത്ര നന്നായി തുടങ്ങി. മുന്നോട്ട് പോയി. റബേക്കയ്ക്കും പ്രായമായി, ഇസഹാക്കിന് പ്രായമായി. അവസാന കാലത്ത് ഇസഹാക്ക് ഒരു പഴംതുണിക്കെട്ട പോലെ പഴയ മെത്തൽ 8 പോലെ ചുരുണ്ട് കിടക്കുമ്പോൾ മൂപ്പിലാന് ഇറച്ചി കഴിക്കാനൊരു മോഹം, അല്ലേ? അങ്ങനെയാണ് വേട്ട ഇറച്ചിക്ക് മക്കളെ വിടുന്നത്. ആ സമയത്തൊക്കെ ഈ കണ്ണു കാണാൻ വയ്യാത്ത ഭർത്താവിൻ്റെ ചാരത്ത് നിൽക്കുന്ന ഭാര്യ റബേക്ക മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? സ്വന്തം ഭർത്താവിന്, നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ് പാലും വെള്ളത്തിൽ പണി കൊടുക്കാൻ കൂട്ടുനിന്നത് ആരാ? റബേക്കയാണ്, ഭാര്യയാണ്. ഈ ഇസഹാക്കിന്റെ മരണദുഃഖം, ഇസഹാക്കിന്റെ കിടക്കയിൽ ഒരു ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അപ്പാ, ഞാൻ നിന്നോട് വസ്തു ഒന്നും ചോദിക്കുന്നില്ല, ഒരു അനുഗ്രഹം ബാക്കിയില്ലേ? ഇസഹാക്കിന്റെ വാർദ്ധക്യം കിടുങ്ങിപ്പോകുന്നുണ്ട് അവിടെയൊക്കെ ഇസഹാക്കിന് ഭാര്യ കൊടുക്കുന്നൊരു ദുഃഖമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഇരിക്കുന്ന റബേക്കമാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വന്നു കയറിയപ്പോൾ എന്നാ സന്തോഷമായിരുന്നു? കൊറ്റനെല്ലൂർ വന്നപ്പോഴുള്ള റബേക്കയാണോ ഇപ്പോ? ഇസഹാക്കിന്റെ അമ്മയുടെ മരണദുഃഖം മാറിയെങ്കിൽ ആ ഇസഹാക്കിന് വാർദ്ധക്യത്തിൽ ഈ സ്ത്രീ സമ്മാനിച്ചത് ചില ദുഃഖമാണ്. അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളൊന്ന് ആലോചിക്കുക. ഈ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ
സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്, എല്ലാ മനുഷ്യർക്കും വേണം. പക്ഷെ സ്ഥിരമായി ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. കുറച്ചു പേർക്ക് മനസ്സിലായി. സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്, പക്ഷെ ഒരാളെ സ്ഥിരമായി സ്നേഹിക്കുക, അതാണ് 8ാം ക്ലാസ്സിൽ തുടങ്ങും, 9ാം ക്ലാസ്സിൽ പൊട്ടും, 10ാം ക്ലാസ്സിൽ അടുത്തിട്ട് കിട്ടും, പിന്നെ +1 +2 അത് പൊക്കോളും. ചില കൗൺസിലിങ്ങിലൊക്കെ ചിലരൊക്കെ സ്കൂളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രിയപ്പെട്ട റിഞ്ചോച്ചനൊക്കെ ഇതുപോലുള്ള കഥകൾ പറയാൻ കാണും. 1ഉം 2ഉം ഒന്നുമല്ല, ഞെട്ടിപ്പോവെന്നാ പറയണം, ഞെട്ടിപ്പോവും അല്ലേ, 5ഉം 6ഉം ഒക്കെ കാണും. മാത്തമാറ്റിക്സിൽ ഒരു തിയറി ഉണ്ട്, 2 വാക്കുകളുണ്ട്, ഒന്ന് വേരിയബിൾ എന്നും ഒന്ന് കോൺസ്റ്റന്റ് എന്നുമാണ്. മാത്തമാറ്റിക്സ് പഠിക്കുന്നവർക്കറിയാം. അത് ഏത് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റ് ഒരിക്കലും മാറുകയല്ല, വേരിയബിൾ ആണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. അതാണ് മാത്തമാറ്റിക്സിൻ്റെ ഈ 2 ടേം, വേരിയബിൾ ആൻഡ് കോൺസ്റ്റന്റ്. ഞാനിന്ന് നിത്യജീവിതത്തിലേക്ക് ഇതൊന്ന് എടുത്തു വയ്ക്കാൻ പോവാം, കോൺസ്റ്റന്റും വേരിയബിളും. ഞാനൊരു പ്രയോഗം പറയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടാവും. ഇനി പ്രായമുള്ളവർ മനസ്സിലാക്കിയില്ലേലും വലിയ കാര്യമില്ല. ഇൻ ടുഡേസ് വേൾഡ് I love you is a mathematical function. മനസ്സിലാവുന്നുണ്ടല്ലോ പിള്ളേർക്ക്, കിടാങ്ങൾക്ക്. In today's world, I love you is a mathematical function, where I love is a constant and you is a variable. മനസ്സിലായോ? തലകുലിക്കാൻ മതി, ചെറുതുകൾ മാത്രം തലകുലിക്കാൻ മതി. മനസ്സിലായോ? I love is a constant but you is a, എനിക്ക് സ്നേഹിക്കണം, ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ആളിങ്ങനെ, അതാണ് ആളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എൻ്റെ ഈ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി എന്നെ പൂരിപ്പിക്കാൻ കുറെ ചെറുമക്കളെ ദൈവോട് ഒരുക്കിയിട്ടുണ്ട്. ദൈവമേ നന്ദി. അഴകോടെ ആരംഭിക്കുകയും നീണ്ടു നിൽക്കുന്ന കുടുംബജീവിതത്തിലൊക്കെ ഇന്ന് നമുക്കറിയാമല്ലോ, ഈ സാധാരണ ഉപയോഗിക്കുന്നൊരു പേരാണ്, വാക്കാണ് ഹണിമൂൺ. കേട്ടിട്ടില്ലേ? പിന്നെ കേട്ടിട്ടുണ്ടോന്നോ? ഹണിമൂൺ. എന്താണ് ഈ ഹണിമൂൺ? ദമ്പതികൾക്കിടയിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ നാളുകളിൽ ഈ ഹണിമൂൺ എന്നുള്ള പദം അല്ലേ, അതിന് മൂന്നാറിലോ സിംലയിലോ കുളു മണാലിയിലോ ഒക്കെ പോറുണ്ട്. എങ്ങനെയാണ് ഈ വാക്കുണ്ടായെന്നറിയാം? അതൊരു പോസിറ്റീവ് വാക്കൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹണി എന്ന് പറഞ്ഞാൽ എന്താ? ഹണി, തേൻ. നമ്മൾ ഒരാളെ തേനെന്ന് വിളിക്കുന്നത് എപ്പോഴാ? അവൻ നമ്മുടെ ഒരു 500 രൂപ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴാണോ? അല്ല, സ്നേഹം കൂടുമ്പോൾ പൊന്നേ, തേനേ, ബാക്കിയൊന്നും ഇപ്പം പറയണ്ട, അങ്ങനെ വിളിക്കും. തേൻ സ്നേഹഭാജനത്തെ വിളിക്കുന്ന പേരാണ്. മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ. ഈ ചന്ദ്രന്റെ പ്രത്യേകത എന്താ? നമ്മൾ മുറ്റത്തിറങ്ങി ഇന്ന് മേലോട്ട് ഈ പൂർണ്ണചന്ദ്രനെ നോക്കിയാൽ ഒരു വെള്ളിമേഘ കയറിൽ നിന്ന് ഈ പൂർണ്ണചന്ദ്രൻ നിലാവിൽ പുഞ്ചിരിച്ച് ആകാശത്ത് പ്രത്യക്ഷപ്പെടും. നമ്മളൊരു അല്പനേരം കഴിയുമ്പോൾ ഈ ചന്ദ്രൻ അടുത്ത മേഘത്തിൻ്റെ കീറിനകത്തേക്ക് മറയും, പിന്നെയും വരും. എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണ നിലാവിന് എപ്പോഴും ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ടല്ലോ. പെട്ടെന്ന് പ്രത്യക്ഷമായി പെട്ടെന്ന് മേഘങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമാകുന്നയാളാണ് ചന്ദ്രൻ. ഹണിമൂൺ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ കുഞ്ഞെ, കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാകും മുമ്പ് സ്നേഹം കവിഞ്ഞൊഴുകുന്ന കാലഘട്ടമാണിത്. സ്നേഹിച്ചോ? പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാകും മുമ്പ് സ്നേഹം കവിഞ്ഞൊഴുകുന്ന കാലഘട്ടമാണ്. സ്നേഹിച്ചോ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഹണിമൂൺ എന്നുള്ളതൊരു പോസിറ്റീവ് വാക്കാണോ? പറ. സ്നേഹത്തിൻ്റെ നൈരന്തര്യമില്ലാതെ പെട്ടെന്ന് തീർന്നു പോകാനുള്ളതാണോ? അല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ഇല്ലാത്ത ചില പുസ്തകങ്ങൾ കൂടെയുള്ള അപ്പോക്രിഫ പുസ്തകം അല്ലേ ഉണ്ട്. അതിനകത്താണല്ലോ മർത്തശ്മനിയമ്മയുടെ കഥയൊക്കെ പറയും. അപ്പം മണക്കാലക്കാർക്ക് അത് പരിചയമാണ്. അതിനകത്ത് തോബിത്തിൻ്റെ പുസ്തകമുണ്ട്. തോബിത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. ആദ്യ രാത്രി മണിയറയിലേക്ക് പ്രവേശിക്കും മുമ്പ് ഈ തോബിത്ത് തനിക്ക് നൽകപ്പെട്ട മണവാട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അത് ആ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡീകമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. മരണം വരെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അനുഗ്രഹിക്കണം. കുറിച്ച് വെക്കാവുന്നതാണ് കേട്ടോ.
കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർക്ക് ഓർത്തു വയ്ക്കാവുന്നതാണ്. എന്താ? ഇന്ന് പ്രസംഗം ഒന്നും ഓർത്തില്ലെങ്കിൽ ഈ സാധനം ഓർത്തോണം. ഇങ്ങനെയാണ് പ്രാർത്ഥന: കർത്താവേ, കർത്താവേ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡീകമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. മരണം വരെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അനുഗ്രഹം. ഈ പിള്ളേരുടെ ഇരിപ്പ് കണ്ട ഇവർക്കൊന്നും കല്യാണം കഴിക്കാനേ താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ്. കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതാണ് നീണ്ടു നിൽക്കുന്നൊരു സ്നേഹത്തിന്റെ നൈരന്തര്യമുണ്ടോ അവിടെ ഹണിമൂൺ എന്നുള്ള വാക്ക് നെഗറ്റീവാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ വിവാഹ വേദികളിലേക്ക് നമുക്ക് മടങ്ങി വരാം. മണക്കാലയിലെ കല്യാണ വീടുകളിലേക്ക് വരാം, ഓഡിറ്റോറിയങ്ങളിലേക്ക് വരാം. ഈ കല്യാണ വീട്ടിൽ ഭയങ്കര ബഹളമാണല്ലോ, ആഘോഷമാണല്ലോ. പക്ഷെ നമ്മോട് മൗനമായി സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തെന്നറിയാം? ചില സൈലന്റ് ക്വസ്റ്റ്യൻ. ഓരോ കല്യാണ വീടും നമ്മളോട് ചോദിക്കുന്ന ചില സൈലന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ പറയാം. ഒന്നാമത്തെ ഒരു വെഡ്ഡിങ് കേക്കാണ്. മുറിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വെഡ്ഡിങ് കേക്ക് ഉണ്ടല്ലോ കല്യാണ വീട്ടിൽ, കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ, ആ സ്റ്റേജിൽ. അത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നോ പർപ്പിൾ വെൽവെറ്റ് അല്ലേ അങ്ങനെയൊക്കെ പറയും. ബർത്ത്ഡേക്കൊക്കെ മുറിക്കുന്ന ഇപ്പം ഇതാണല്ലോ. ആ പേര് തന്നെ നല്ലതാ, കറുത്ത കാട്, ബ്ലാക്ക് ഫോറസ്റ്റ്. കൊള്ളാം, നല്ല പേര്. ഉള്ള വെളിച്ചം ഊതിക്കെടുത്തി ആ കറുത്ത കാട്ടിനകത്ത് ഇത്തിരി വെളിച്ചം കത്തിച്ച് വെക്കും, ഒരു മെഴുകുതിരി ബ്ലാക്ക് ഫോറസ്റ്റിനകത്ത്. അത് ഊതിക്കെടുത്തി അത് മുറിച്ച് അതിനകത്ത് ഈ ക്രീമൊക്കെ വാരി തേച്ച് ഒരു പ്രാകൃത മനുഷ്യനാക്കി മൊത്തത്തിൽ എനിക്ക് തോന്നാറുണ്ട്, കൊള്ളാമല്ലോ, കറുത്ത കാട്ടിലെ വെളിച്ചം തല്ലിക്കിടത്തി പ്രാകൃത വേഷം കിട്ടുന്ന ബർത്ത്ഡേ അല്ലേ? അങ്ങനെ അതിനെ പറയാം. ക്ഷമിക്കണം, നിങ്ങൾ നാളെ മുറിച്ചോണം. പക്ഷെ വെഡിങ് കേക്ക് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുറിക്കുകയാണ്. മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്, ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നെൻ്റെ മധുരം സ്വീകരിക്കുന്നു, നാളെ എൻ്റെ കയ്പും സ്വീകരിക്കുമോ? ഓരോ വിവാഹവേദിയിലെയും വിവാഹ കേക്ക് വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് എൻ്റെ മധുരം സ്വീകരിക്കുന്നു, നാളെ എൻ്റെ കയ്പും സ്വീകരിക്കുമോ? അതാണ് സൈലന്റ് ക്വസ്റ്റ്യൻ. ഇനി മുറിക്കാൻ നേരം ഓർത്തോണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അവിടെ ഒരു ജ്യൂസ് ഗ്ലാസ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മളെടുത്ത് മണവാളിലും മണവാട്ടിയും കൂടെ ഒരു ഗ്ലാസ്സിൽ നിന്ന് 2 സ്ട്രോ ഒക്കെ ഇട്ട് പിടിപ്പിക്കും. ചിലപ്പോൾ ഇതിനകത്ത് വളരെ ലോക്കലി അരോചകമായി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വൃത്തികേടൊക്കെ നാട്ടിലെ ചെറുപ്പക്കാർ കാണിക്കും. അതൊന്നും നല്ല കാര്യമല്ലല്ലോ, അതിനെക്കുറിച്ച് പോകുന്നില്ല. അപ്പോൾ ആ വീഞ്ഞു പാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ സ്ക്വാഷ് ഒഴിച്ചിരിക്കുന്ന പാത്രം. ഇന്ന് എൻ്റെ മധുര ചഷകം സ്വീകരിക്കുന്നു, നാളെ എൻ്റെ കയ്പിൻ്റെ പാനപാത്രം സ്വീകരിക്കുമോ? അതാണ് ചോദ്യം. മണവാട്ടി മണവാളൻ ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ചോദിക്കപ്പെടുന്ന ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ന് എൻ്റെ മധുര പാനീയം സ്വീകരിക്കുന്നു, നാളെ എൻ്റെ കയ്പിൻ്റെ പാനപാത്രം സ്വീകരിക്കുമോ? അതിനു മുമ്പ് നിലവിളക്ക് കത്തിക്കും അല്ലേ? രണ്ടുപേരും കൂടെ ചേർന്ന് വിളക്ക് തെളിയിക്കും. അവിടെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തെന്നറിയാമോ? ഇന്ന് നാം ഒരുമിച്ച് സൃഷ്ടിക്കുന്ന ഒരു പ്രകാശമുണ്ട്. രണ്ടുപേരോട് ചേർന്നാണ് കത്തിക്കുന്നത്. ഇന്ന് നാം ഒരുമിച്ച് സൃഷ്ടിക്കുന്ന ഒരു പ്രകാശമുണ്ട്, നാളെ എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിനൊപ്പം നിൽക്കുമോ? അതാണ് ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ കല്യാണ വീടുകളിലെ ഈ സൈലന്റ് ക്വസ്റ്റ്യൻ നമ്മൾ കാണാത്തോണ്ടാ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു വിവാഹ ജീവിതം. നിലവിളക്ക് ചോദിക്കുകയാണ്, ഇന്ന് നാം ഒരുമിച്ച് ഈ വെളിച്ചം സൃഷ്ടിക്കുന്നല്ലോ എൻ്റെ ചേട്ടാ, കൂടെ നിന്ന് കത്തിക്കാനുണ്ടല്ലോ എൻ്റെ ജീവിത പങ്കാളി, നാളെ എൻ്റെ ഇരുട്ട് ഒപ്പം നിൽക്കുമോ? വീണ്ടും ഒരു ചോദ്യമുണ്ട്. ഈ വേദിയിലെ വലിയ വെളിച്ചത്തിൽ എൻ്റെ കൈ പിടിക്കുന്നു, ചേർത്ത് കൈപിടിക്കുന്നു. ഇവിടെയും അങ്ങനെയാണ്. ചുറ്റും കൊടകൾ, ചുറ്റും വെളിച്ചം, വർണ്ണ വെളിച്ചങ്ങൾ, അതിൻ്റെ കൈ ചേർത്ത് പിടിപ്പിക്കുന്നു പട്ടക്കാരൻ. അവിടെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, നാളെ ഈ വിളക്കുകൾ കെട്ടുപോകുന്ന ഇരുട്ടിൽ എൻ്റെ കരം പിടിക്കുമോ? നാളെ ഈ വിളക്കുകൾ കെട്ടുപോകുന്ന ഇരുട്ടിൽ എൻ്റെ കരം പിടിക്കുമോ? അവിടെ വീണ്ടും ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. മണവാട്ടി രാവിലെ 5 മണിക്ക് ബ്യൂട്ടി പാർലറിൽ പോയതാണ്. ഒരു ഇഡ്ഡലി പോലും സ്വസ്ഥമായിട്ട് കഴിക്കാതെ അവൾ വന്ന് നിൽക്കുകയാണ്. നന്നായി ഒരുക്കിയിട്ടുണ്ട്, അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നൊരു ബലേഭേഷ് മണവാളനും കൊള്ളാം, നന്നായിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നെൻ്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിൽ എൻ്റെ ചാരത്ത് നിൽക്കുന്നുണ്ടല്ലോ, നാളെ എൻ്റെ വൈരൂപ്യത്തിൽ ഒപ്പം നിൽക്കുമോ? അതാണ് അവിടുത്തെ സൈലന്റ് ക്വസ്റ്റ്യൻ.
നാളെ എൻ്റെ ഈ സൗന്ദര്യത്തിനൊക്കെ മില്ലിമീറ്ററുകളുടെ ആഴം പോലും ഇല്ല. ഒരു വരട്ടുചൊറി വന്നാൽ തീർന്നു. ഈ 7 ആഴ്ച കൊണ്ട് വെളുക്കാമെന്ന് പറഞ്ഞ് തേച്ചതും 3 ആഴ്ച കൊണ്ട് വെളുക്കാമെന്ന് പറഞ്ഞ് തേച്ചതും രണ്ടും ഗുണപ്പെടാതെ രണ്ടും കൂടെ ഒരുമിച്ച് കുഴച്ച് തേച്ചതും ഒക്കെ പാഴാകും. ഒരു വരട്ടുചൊറി, ഒരു പുഴുക്കടി. അതാണ് വിവാഹവേദിയിൽ ചോദിക്കുന്നത്. ഇന്നെൻ്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിൽ ഒപ്പമുണ്ട്, നാളെ എൻ്റെ വൈരൂപ്യത്തിൽ ഒപ്പം നിൽക്കുമോ? വീണ്ടും ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. വേദിയിലിരുന്ന് 2 പേരുടെ മുമ്പിൽ പ്ലേറ്റ് നിറച്ച് വിഭവങ്ങളാണ്. ചിക്കനും മട്ടനും ബീഫും അവിയലും തോരനും മീനും എല്ലാം ചുറ്റും വിളമ്പിയിരിക്കുകയാണ്. അവിടെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നീ വിരുന്നുമേശയിലെ തൂശനിലയിൽ വക്കോളം വിഭവങ്ങളുണ്ട്. നാളെ വിഭവത്തിന്റെ ഓപ്പോസിറ്റ് വാക്ക് പറയാമോ? അതിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഞാനൊരു വാക്ക് പറയാം, അഭാവം. ഇന്നെൻ്റെ വിഭവങ്ങളിൽ, ഇന്നെൻ്റെ പ്ലേറ്റിലെ വിഭവങ്ങളിൽ കൂടെ ഇരിക്കുന്നു. നാളെ നമ്മുടെ ജീവിതത്തിലെ അഭാവങ്ങളിൽ എനിക്ക് രോഗം വന്നേക്കാം, എൻ്റെ ജീവിതത്തിൽ പ്രയാസം വന്നേക്കാം. എൻ്റെ കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളി ഇന്നെൻ്റെ വിഭവങ്ങളിൽ എന്നോടൊപ്പം ഇരിക്കുന്നില്ലേ? നാളെ എൻ്റെ അഭാവങ്ങളിൽ എൻ്റെ ചേട്ടായി എന്നോടൊപ്പം ഇരിക്കുമോ? അതാണ് സൈലന്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഈ പള്ളിക്കകത്ത് കല്യാണത്തിന് നിൽക്കുമ്പോൾ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നറിയാം. 1 മണിക്കൂറല്ലേ, ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ ഐത്തേട്ടനെ പോലെയുള്ളവരുടെ മനോഹരമായ ഗായക സംഘമൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇടവും വലവും 2 പേരും നിൽക്കുമ്പോൾ, ഇന്ന് 1 മണിക്കൂറിലധികം ഈ ആദ്യ ദിവസം നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചില്ലേ, മുൻപോട്ട് എൻ്റെ കൂടെ കുരിശു വരയ്ക്കാൻ കാണുമോ? അതാണ് സൈലന്റ് ക്വസ്റ്റ്യൻ. ഇന്ന് ഈ 1 മണിക്കൂറിനകം ഒപ്പം എൻ്റെ കൂടെ കുരിശു വരച്ചില്ലേ, എൻ്റെ കൂടെ പ്രാർത്ഥിച്ചില്ലേ? ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങുകയല്ലേ. നാളുകളിൽ എന്നോടൊപ്പം ഒരു 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമോ? അതാണ് കല്യാണ ദിവസത്തെ സൈലന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വിവാഹ ദിവസങ്ങളിലെ നിശബ്ദ ചോദ്യങ്ങളാണ്. വലിയ വെള്ളി വെളിച്ചങ്ങളും ലൈം ലൈറ്റുകളും ആഘോഷങ്ങളും വിരുന്നുമേശകളും വിഭവങ്ങളും കേക്കും ഇതൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ നിശബ്ദ ചോദ്യത്തിന് ഉത്തരം കണ്ടുവേണം ഒരുത്തൻ പെണ്ണ് കെട്ടാൻ, ഒരു പെൺകുട്ടി വിവാഹിതയാകാൻ. കാരണം ഇന്ന് ജീവിതത്തെക്കാൾ വലുതാണ് കരിയർ എന്ന് ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാലമാണ്. ജീവിതം എങ്ങനെയാണ്? ഒറ്റ ചോദ്യമാണ് ഏലിയുടെ ജീവിതം ഉയർത്തുന്നത്. അഴകോടെ ആരംഭിച്ചു, അഴുക്കോടെ അവസാനിപ്പിച്ചു. ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൻ്റെ 1-ാം പകുതിയിലെ സൗന്ദര്യമല്ല, 2-ാം പകുതിയിലെ ഐശ്വര്യമാണ് ഓർക്കപ്പെടുക, അല്ലേ? നമ്മളൊരു മരണവീട്ടിൽ, പ്രായമുള്ളവരുടെ മരണവീട്ടിൽ പോയാൽ മരിച്ചു കിടക്കുന്നൊരു അമ്മച്ചിയും അപ്പച്ചനും ഉണ്ട്. നമ്മൾ ആ അമ്മച്ചി നല്ല ശോഭയോടെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. നമ്മൾ ഇറങ്ങി പറയോ, എന്ത് സൗന്ദര്യമാണ് അത് കാണാൻ? അങ്ങനെയാണോ പറയുക? എന്നെ ഐശ്വര്യമാണ് അമ്മച്ചിയെ കാണാൻ. ഏതാ പറയുന്നത്? പറഞ്ഞാട്ടെ, കേട്ടില്ല? ഐശ്വര്യം. ജീവിതത്തിന്റെ 1-ാം പകുതിയിലാണ് സൗന്ദര്യം വിലയിരുത്തപ്പെടുക. ഐശ്വര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഈശ്വരന്റെ അംശം. 2-ാം പകുതിയിൽ സൗന്ദര്യം അല്ലെന്നേ, ഐശ്വര്യമാണ്. ജീവിതത്തിന്റെ നിയോഗങ്ങളിൽ ഓർത്തുകൊള്ളണം. 2-ാം പകുതിയിലേക്ക് മുന്നോട്ട് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന എന്നെ കേൾക്കുന്ന അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി പ്രായമുള്ളവരുടെ ദിവസമാണ്, സുവിശേഷമാണ്. അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്യല്ലേ. ഏലി വളരെ നന്നായി ആരംഭിച്ചു, പക്ഷെ വളരെ മോശമായി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് 2ാമത്തെ ചിന്ത. ഏലിയുടെ ജീവിതത്തിലെ 2ാമത്തെ പരാജയം നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യം. നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യം. ആ പദം ഞാൻ വളരെ അർത്ഥവത്തായി ഇന്ന് രാത്രി ഇവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിസ്സഹായതയുടെ വാർദ്ധക്യം. A life that burns in the helplessness of old age. ഏലി എന്നാ തുടക്കമായിരുന്നേ. എല്ലാവരോടും എത്ര മനോഹരമായി ഇടപെട്ടിരുന്നു. ഇസ്രായേലിന്റെ അനുഗ്രഹിക്കപ്പെട്ട പുരോഹിതൻ. പക്ഷെ 2 ആൺപിള്ളേരുണ്ടായിരുന്നു, ഹൊഫ്നിയും ഫിനെഹാസും. ശുദ്ധമാന തോന്നിയ വാസത്തിൽ ജീവിച്ച 2 ആൺമക്കൾ.
ബൈബിളിൽ അവരെക്കുറിച്ച് പറയുന്ന വിശേഷണം നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും എന്നാണ്. ഇത്ര മോശപ്പെട്ട വാക്ക് ഒരു മക്കളെക്കുറിച്ചും ബൈബിളില്ല. അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കോപിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ സ്കൗണ്ട്രൽസ് എന്നാണ്. സൺസ് ഓഫ് ഏലി വെയർ സ്കൗണ്ട്രൽസ്. സ്കൗണ്ട്രൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം തെമ്മാടി എന്നാണ്. 40 വർഷം സർവീസുള്ള ഏലി പുരോഹിതന് 2 ആൺമക്കൾ. ദ സൺസ് ഓഫ് ഏലി വെയർ സ്കൗണ്ട്രൽസ്. പരസ്യമായി പാപം ചെയ്തവർ. അവരെന്നാ പാപം ചെയ്തത് നിങ്ങൾക്കറിയാമോ? ശീലോവിലെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരത്തികളുമായി ദുർമാർഗ ജീവിതം നയിച്ചു. 1. 2, യഹോവയുടെ വഴിപാടിനെ നിന്ദിച്ച് ഈ മാംസം വേകുന്ന സമയമാകുമ്പോഴേക്കും അതിൽ നിന്ന് വാരിക്കൊണ്ട് മക്കളെയും തീറ്റി പണ്ടാരങ്ങളായിരുന്നു. അങ്ങനെ അനുസരണം കെട്ട 2 ആൺമക്കൾ. അപ്പന്റെ നാവ് അടഞ്ഞുപോയി, അപ്പന്റെ തല കുനിഞ്ഞുപോയി. ഞാൻ പറയാൻ വരുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാകും. എത്രമാത്രം നന്നായി ജീവിച്ച ഒരു മനുഷ്യന്റെ വാർദ്ധക്യത്തിൽ മക്കളാൽ അപമാനം നേരിടുന്ന ഒരപ്പൻ, നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യം. പ്രിയപ്പെട്ടവരെ, അപ്പന്റെ ശ്രേഷ്ഠമായ ഐഡന്റിറ്റിയുടെ ബലത്തിൽ അഹങ്കരിച്ച മക്കളാ. അപ്പൻ പുരോഹിതനല്ലേ, അപ്പൻ അച്ഛനല്ലേ. അതിൻ്റെ ബലത്തിൽ ഇവന്മാർ 2 നന്നായി, നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അറുമാദിച്ചു എന്നൊക്കെ പറയും അല്ലേ. ആ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചു, തോന്നിയ പോലെ ജീവിച്ചു. ആ മക്കളാൽ അപ്പൻ്റെ തല കുനിഞ്ഞുപോയി. നമുക്ക് വേദമുഖത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാം, നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. കാലഘട്ടത്തിൻ്റെ മുഖചിത്രമല്ലേ ഏലി. നിസ്സഹായരാകുന്ന മാതാപിതാക്കൾ നമ്മുടെ മുമ്പിലില്ലേ? ക്ലീൻ പബ്ലിക് അഡ്രസ് ഉണ്ട് ഏലിക്ക്. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ അഡ്രസ്സുള്ള മനുഷ്യനാ. പക്ഷേ വീട്ടിലോ പറഞ്ഞാൽ കേൾക്കുകയല്ല. പറയാൻ ഈ അപ്പന് പേടിയാ. പറഞ്ഞാലേമാർ കത്തിയെടുത്ത് കീച്ചിക്കളയും. അത് വേണ്ടാന്ന് വിചാരിച്ച് അപ്പം മിണ്ടുകയല്ല, ഒതുങ്ങിക്കൂടും. ഞാൻ പറയാണ്, മണക്കാലയിൽ ക്ലീൻ പബ്ലിക് അഡ്രസ് ഉള്ള എത്രയോ ചില മനുഷ്യർ വീട്ടിനുള്ളിൽ നീറി ഒടുങ്ങുന്നുണ്ട്. അത് അപ്പൻ മാത്രമല്ല, അമ്മയുണ്ട്. ശരിയല്ലേ? പുറത്ത്, വേലിക്ക് പുറത്ത് സുൽത്താനെ പോലെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. പള്ളിയിൽ കാണുമ്പോഴോ മണക്കാല ടൗണിൽ വെച്ച് കാണുമ്പോഴോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ വീട്ടിനുള്ളിൽ നീറിയൊടുങ്ങുന്നുണ്ട്. ഉപദ്രവം പോലും കിട്ടുന്നവരുണ്ട്. പുറത്തു പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. വ്യക്തമായിട്ട് അറിയാവുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. തല്ലുപോലും മേടിക്കുന്നുണ്ട് ചില തന്തമാരും തള്ളമാരും. പക്ഷേ പുറത്തു പറയുന്നില്ല. നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കുന്നത്, യാക്കോബ് എന്ത് പ്രതാപിയായ മനുഷ്യനാ. അവസാനം മക്കളാൽ നിസ്സഹായതയുടെ നീറ്റൽ ആ മനുഷ്യൻ അനുഭവിച്ചു. ഉൽപ്പത്തി 37-ന്റെ 35-ഉം 42-ന്റെ 38-ഉം ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെയാണ് ഈ മക്കളെല്ലാം കൂടെ യോസഫിന്റെ മരണമൊക്കെ പറഞ്ഞിട്ടേ അപ്പനെ വേദനിപ്പിക്കുമ്പോൾ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമാറാക്കും. എത്ര നന്നായി ജീവിച്ച യാക്കോബാണ് അവസാനം വീട്ടിനുള്ളിൽ തികഞ്ഞ വാർദ്ധക്യത്തിൽ നീറി പുകയുന്നത്. അതേ ഇസഹാക്ക് തന്നെ അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ മക്കളാൽ നിന്ദിക്കപ്പെട്ടില്ലേ? മക്കളുടെ മത്സരക്കളങ്ങളിൽ ഇടറി അലയുന്നൊരു അപ്പനെ ദാവീദിൽ കാണാം നമുക്ക്. അബ്ശാലോമിന്റെയൊക്കെ ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നു ദാവീദിന്, സ്വന്തം മോന. അപ്പൊ ഞാൻ പറയും, മണക്കാലയിലും എന്നെ കേൾക്കുന്ന ഒരുപാട് വീടുകളിൽ ചില വൃദ്ധരായ മാതാപിതാക്കൾക്ക് കരയാൻ, കഥ പറയാനുണ്ട്. ഏകാന്തതയുടെ ബലികുടീരങ്ങളിൽ ഉരുകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് നസ്രാണി ഭവനങ്ങളാണ്.
നസ്രാണി ഭവനങ്ങളാണ്. കേരളത്തിൽ താമസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന വീടുകൾ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനിയുടെ വീടുകളാണ്. അത് മധ്യ തിരുവിതാംകൂറിൽ അത് വളരെ കൂടുതലാണ്. UK-യും യൂറോപ്പും കാനഡയും ഒക്കെ പുതിയ വാതായനങ്ങൾ നമ്മുടെ തലമുറകൾക്ക് മുമ്പിൽ തുറന്നിടുമ്പോൾ പിള്ളേർ ഒന്നേ ഉള്ളൂ, ഒന്നേകാലില്ല. ഇതുങ്ങൾ എവിടെങ്കിലുമൊക്കെ പോയി വല്യപ്പനും വല്യമ്മയും പിന്നെ ഒരു പട്ടിക്കുട്ടിയും മാത്രം വീട്ടിലാകുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാലോ, ഈ കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു സമൂഹം പ്രായമുള്ളവരാണ്. പള്ളിയിലൊക്കെ ഞങ്ങൾ കോവിഡ് കഴിഞ്ഞിട്ടും വന്നോ 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 എന്ന് വിളിച്ചിട്ടും പ്രായമുള്ള പല അപ്പച്ചന്മാരും അമ്മച്ചിമാരും വന്നില്ല. കാരണം എന്താണെന്നറിയാം? ഇവിടുത്തെ കാരണം തന്നെ. അച്ഛാ വരണമെന്നുണ്ട്, പക്ഷേ പിള്ളേർ പറഞ്ഞിട്ടുണ്ട് എങ്ങും പോകരുത്, എങ്ങും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പള്ളി പോലും പോകരുത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടാ മതി. ഇവിടെയുണ്ട്. ശരിയാ, അവർ ഒരു തവണ ടിക്കറ്റ് കൊടുത്തു, ഇതുവല്ല കോണ്ടി ഒപ്പിച്ച് വെച്ചിട്ട് ഒരു തവണ ടിക്കറ്റ് കൊടുത്ത് വന്നു പോകണമെങ്കിൽ എത്ര രൂപ ചിലവാ. അതുകൊണ്ട് വീട്ടിനകത്തിരുന്നോണം. അങ്ങനെ നിസ്സഹായതയിൽ ഒരുങ്ങുന്ന ഞാൻ ഈ കോവിഡ് സമയത്ത് ഒരു പരസ്യം കണ്ടു. ഒരു TV പരസ്യമാണ്. ഒരു പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു വീട്ടിനകത്ത്. അപ്പം മോൻ അവിടെ ഉണ്ട്. ഈ മുത്തശ്ശനെ മുത്തശ്ശി ഒന്നിനും പുറത്തോട്ട് വിടത്തില്ല. ഇങ്ങേർക്കൊന്ന് ഇറങ്ങിച്ചാടാൻ പുള്ളി ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുക. അപ്പം പുള്ളി ഇങ്ങനെ പുറത്ത് പോകാൻ ഇങ്ങനെ ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ മോൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നു. പുള്ളി പറയുന്നു കറണ്ട് ബില്ലടയ്ക്കാൻ. അപ്പം ഈ ഒരു പരസ്യമാണ്. അപ്പോൾ ഈ മോൻ പറഞ്ഞു, മൊബൈൽ കാണിച്ചു, അടച്ചു, ടിക്ക്. പുള്ളി പിന്നെ അവിടെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ പുള്ളി പിന്നെ എഴുന്നേറ്റു, വാട്ടർ ബില്ലടയ്ക്കാൻ. പുള്ളി പിന്നെ അകത്ത് കയറി. പിന്നെ ഏതാണ്ടൊരു ബില്ലൂടെ അടയ്ക്കാൻ ഇറങ്ങി. പുള്ളി അടുത്ത് നാലാമതൊന്ന് എഴുന്നേറ്റു, മുടിവെട്ട. ഓൺലൈനിൽ പറ്റില്ലല്ലോ മുടിവെട്ടാനേ. ഇതൊരു പരസ്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രായമുള്ളവരുടെ വിങ്ങൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പരസ്യമാണ്. വല്ലാത്തൊരു നിസ്സഹായതയിലേക്ക് വാർദ്ധക്യം വീണുപോയ നാളുകളിലാണ്. ഏകാന്തരയുടെ ONV കുറുപ്പ് പാടിയതുപോലെ ONV കുറുപ്പ് പ്രായമായപ്പോൾ എഴുതിയതാ, ഒടുവിൽ ഈ ഏകാന്തത പുതപ്പിച്ച പൊന്നാടയും പുതച്ചു ഞാൻ ഇരിക്കയാണ് എവിടെ പോകാൻ. ഒത്തിരി പൊന്നാട കിട്ടിയ ഒരാളാണ് ONV കുറുപ്പ് ജീവിച്ചിരുന്നപ്പോൾ. അവസാന കാലത്ത് അദ്ദേഹം എഴുതി വെച്ചു, ഒടുവിൽ ഈ ഏകാന്തത പുതപ്പിച്ച പൊന്നാടയും പുതച്ചു ഞാൻ ഇരിക്കയാണ് എവിടെ പോകാൻ. വലിയ പുലികളൊക്കെ അകത്ത് കയറും. നിസ്സഹായതയുടെ ജീവിതത്തിലെ എല്ലാ കൊട്ടിഘോഷങ്ങളും അവസാനിക്കുന്ന ഒരു സായാഹ്ന ഘട്ടത്തിൽ കാലം നമ്മിൽ നിന്ന് പലതും കവർന്നെടുക്കുന്ന ഒരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുക ഒരു ഭാഗ്യമാണ്. ഏലിക്കത് കഴിഞ്ഞില്ല. 40 വർഷത്തെ സർവീസും കഴിഞ്ഞ് 98-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യന് സ്വസ്ഥമായൊരു വാർദ്ധക്യം പിള്ളേര് കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിക്കുക. ഞാനിവിടെ ആശംസിക്കുക, ഇരിക്കുന്നവരെല്ലാം 98 കഴിഞ്ഞേ മരിക്കാവൂ എന്നുള്ളത്. പലരും എന്നെ തുറച്ചു നോക്കുന്നു, അച്ചോ 98 എത്രയും പെട്ടെന്ന് ഞങ്ങൾ പോകാനിരിക്കുക അല്ലേ? പക്ഷെ ഒന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെയൊരു ശാന്തമായ അന്ത്യം കിട്ടണം. ഏലിക്കത് കിട്ടിയില്ല. പ്രായമാകുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ചോദിക്കാതെ കിട്ടുന്നൊരു കാലമുണ്ട്, ചോദിച്ചിട്ട് കിട്ടാത്തൊരു കാലമുണ്ട്. എന്താണ്? എല്ലാം ചോദിക്കാതെ കിട്ടുന്ന കാലം എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പത്തിൽ ആരോഗ്യം ദൈവത്തോട് ചോദിച്ചതാണോ? അല്ല, ദൈവം ബോണസായിട്ട് തന്നതാ. നമുക്ക് തന്നിരിക്കുന്ന സൗന്ദര്യം, ധനം, ആരോഗ്യം, കഴിവ്, ഒത്തിരി കാര്യം. ഇവിടെ ഇരിക്കുന്നവരാലോചിച്ച് നോക്കിക്കേ, നമ്മൾ 7 ആഴ്ച ശയനപ്രദക്ഷിണം നടത്തിയും പള്ളി വന്ന് ഉപവസിച്ചിട്ട് ഒന്നും കിട്ടിയതല്ല ആണോ? ദൈവം കരങ്ങളിൽ നമ്മുടെ മടിയിലേക്ക് വെച്ച് തന്നതാ. മക്കൾ ഈ കുഞ്ഞ് തന്നെ വേണോ ദൈവത്തോട് ചോദിച്ചാണോ? അല്ല, ദൈവം ഇങ്ങനെ തന്നതാ. ആലോചിച്ച് നോക്കി, ഇവിടെ ഇരിക്കുന്ന ഭാര്യമാര് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഭർത്താവായിട്ട് കിട്ടിയില്ലേ? വിചാരിച്ചാണോ ഇങ്ങനെ ഒരെണ്ണമായിരിക്കുമെന്ന്? ഇത്രയും നല്ലൊരു ഐറ്റത്തെ പ്രതീക്ഷിച്ചതാണോ? ചോദിക്കാറത്. ഭർത്താക്കന്മാരെ ആലോചിച്ച് നോക്കിക്കേ, ഇതുപോലെ പൊന്നുപോലത്തെ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമായിരുന്നു?
ചിലരുടെ ചിരിയുടെയൊക്കെ അർത്ഥം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ ഒരാളെ കിട്ടുകയില്ല. അതൊക്കെ ചോദിക്കാതെ തന്നടാ, മക്കളും ഭർത്താവും വീടും വസ്തു എല്ലാം. പക്ഷേ ഒരു 60 കഴിഞ്ഞവർ ശാന്തമായിട്ട് ചിന്തിച്ച് ഇനി ചോദിച്ചാലും പലതും കിട്ടുകയില്ല. 73 കഴിഞ്ഞു, നീ ഇനി എത്ര രാവിലത്തെ കൂട്ടും മടക്കിയോട്ട് ഓടിയാലും ഒരു പരിധിക്കപ്പുറം ഷുഗർ കുറയല്ല. രാവിലെ വെറുതെ ഓടിക്കോ, നടന്നോ, എത്ര വർക്കൗട്ട് ചെയ്താലും എത്ര എക്സസൈസ് ചെയ്താലും പ്രഷറൊക്കെ പ്രായമായി വരിക. ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ. സന്ധിവേദന, ശരീരത്തിൽ 186 മൂവബിൾ ജോയിൻസ് ഉണ്ട്, സന്ധിയുണ്ട് 186 എണ്ണം. ഇപ്പം നമുക്ക് 230 എണ്ണത്തിന് വേദനയായിട്ടിരിക്കുക. വലുതായിട്ടൊന്നും കുറയത്തില്ല, ഇതിങ്ങനെ പോകത്തേ ഉള്ളൂ. പറഞ്ഞത് ചോദിക്കാതെ കിട്ടുന്നൊരു കാലമുണ്ട്, ചോദിച്ചിട്ടും കിട്ടാത്തൊരു കാലമുണ്ട്. വാർദ്ധക്യം ചോദിച്ചിട്ടും കിട്ടാത്തൊരു കാലമാണ്. അവിടെ എങ്ങനെ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നു? അവിടെ എൻ്റെ പ്രിയപ്പെട്ട കൗമാരത്തിലെയും യൗവനത്തിലെയും ഒക്കെ മക്കളെ, നിങ്ങളുടെ അപ്പനോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ളവർക്ക് ഈ ബലകുളശാദി തൈലത്തിൻ്റെ മണം അത്ര സുഖമുള്ള കാര്യമല്ല. നന്നന്തരം കുഴമ്പിൻ്റെ വട അതും അത്ര സുഖമുള്ള കാര്യമല്ല. അത് അമ്മച്ചിക്ക് അങ്ങോട്ടൊന്ന് എടുത്തു കൊടുക്കാൻ തന്നെ നമ്മൾ ഈ 2 വിരലും കൊണ്ട് ആ കുപ്പിയെ പിടിക്കുന്നത്. മക്കളെ, അങ്ങനെയൊന്നും പാടില്ല. ഈ സർ ഐസക് ന്യൂട്ടൻ്റെ 3ാമത്തെ സിദ്ധാന്തം എന്താ? ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പച്ച മലയാളം എന്തുവാ? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു റബ്ബർ പന്ത് തറയിലോട്ട് അടിച്ചാൽ അതേ ഫോഴ്സിൽ കുറച്ചുകൂടെ അടിച്ചാൽ അത്രയും ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന മരുമക്കളൊക്കെ കേട്ടോണേ, നമ്മൾ നമ്മുടെ ഇപ്പം എങ്ങനെയാണോ അതിൻ്റെ പൊന്നു തൂക്കണ അളവിൽ ന്യൂട്ടൻ്റെ 3rd ലോ അനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടും, പലിശ സഹിതം കിട്ടും. നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യം. ഈ പുതിയ നിയമത്തിൽ സുവിശേഷം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, പ്രായമുള്ള ഒരു പാട്ട് പാടുക. വൃദ്ധനായ ശീമോനും ഹന്നയും ഒക്കെ പാട്ട് പാടുക. അതൊക്കെ ഒരു ആന്തരിക സൗഖ്യമാണ്. 84 വർഷം വിധവയായിരുന്ന ഹന്ന ദേവാലയത്തിൽ യേശു കുഞ്ഞിന് കാണുമ്പോൾ ഒരു ഉണർവുണ്ട്. 84 വർഷത്തെ വൈധവ്യത്തിലും. അതുകൊണ്ട് നാം നിസ്സഹായരാകുന്ന ഓരോ നിമിഷവും പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. പരസ്യമായ നമ്മുടെ പ്രായമുള്ളവരൊക്കെ പണ്ട് വെളുപ്പിനൊക്കെ എഴുന്നേറ്റിരുന്ന് എന്താ പാടിയത്? ഹായൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം ഒന്ന് പാടിക്കേ. എനിക്കറിയാം, പാടത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ചോ വൈകിട്ടത്തെ പാട്ട് പാടാം, ഞങ്ങളിപ്പോൾ പാടും. ഈ രാവിലത്തെ വൃത്തിയിട്ട പാട്ടൊന്നും പാടരുത്. ഹായൻ പ്രിയന്റെ പ്രേമത്തെ ഓർത്തിട്ടാനന്ദം പരമാനന്ദം പുതുവാനം ഭൂദാനം ചെയ്തദന്താനന്ദം. ദൈവസ്നേഹത്തെ പ്രേമമായി കണ്ട് 85ാമത്തെ വയസ്സിലും അമ്മച്ചി ഇരുന്ന് പാടുക. ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ, ഹായന്താനന്ദം നമ്മുടെ പ്രിയൻ നീതി സൂര്യനായി. അപ്പൊ പ്രായമുള്ളവരൊക്കെ രാവിലെ ഇരുന്ന് ഇങ്ങനെ പാടുമായിരുന്നു. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടെ ഞാൻ വരുന്നേ എൻ്റെ സങ്കടം അങ്ങു. നമ്മുടെ പ്രായമുള്ളവരുടെയൊക്കെ പഴയ പ്രഭാതങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴോ? ഇപ്പൊ നമ്മൾ എഴുന്നേക്കുന്ന തന്നെ കുറുള എക്സ്പ്രസിന്റെ സ്പീഡില്ല. വൈകി അല്ലേ? അടുക്കളയിലോട്ട് ഓടുകയാണ്. കൊച്ചിന് 7:30 വണ്ടി വരും, 8:30 പോകണം, അച്ചായന് പോകണം. ചെന്നൈ മെയിൽ ഓടുന്ന സ്പീഡില്ല. ബെഡിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലോട്ട് ഓടുന്നേ. നമ്മുടെ വല്യപ്പനും വല്യമ്മയൊക്കെ ഇരുന്ന് പാടി. എന്തുമാത്രം സന്തോഷമാണ്. ഇസഹാക്ക് അബ്രഹാമിനോടൊപ്പം ആരാധിച്ചു, തലമുറകൾ ഒരുമിച്ച് ആരാധിച്ചു. ആരാധനയുടെ പഴഞ്ചൻ വഴികളിൽ നമ്മുടെ പ്രായമുള്ള തലമുറയൊക്കെ. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവർ, ഞാൻ മുൻപോട്ട് പോവുക. ഓർക്കണം, നീറുന്ന നിസ്സഹായതയിൽ ഒത്തിരി ജീവിതങ്ങളുണ്ട്. പല വീടുകളിലും അനാഥരുണ്ട്. ഇപ്പം മണക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങൾ
അനാഥരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ലെന്ന് പറയും. പക്ഷെ ആരാണൊരു അനാഥൻ? നിരുപാധികം സ്നേഹമില്ലാത്ത വീട്ടിൽ നിങ്ങൾ അനാഥനാണ്. നിരുപാധികം സ്നേഹമില്ലാത്ത വീട്ടിൽ നിങ്ങൾ അനാഥനാണ്. ഏലി പുരോഹിതന്റെ വീട്ടിൽ മരുമക്കൾ മണിമണി പോലുള്ളതുണ്ട്, മക്കൾ പയർ പോലുള്ളതുണ്ട്. പക്ഷേ എല്ലാവരും ഉണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ആരുമില്ല. 98-ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് ഉമ്മറപ്പടിയിലിരുന്ന. അതുകൊണ്ടാണ് ഈ സങ്കടം കേട്ടപ്പോൾ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞത്. അല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ സങ്കടം ആരറിയും? സ്ത്രീകളുടെ സങ്കടമൊക്കെ ഒരു പരിധി വരെ അറിയും. അവർ കണ്ണുനീരിലൊക്കെ ഇങ്ങനെ പോകും. ഞാൻ എവിടെയോ വായിച്ചു, രാജ്യത്ത് ഈ പുരുഷന്മാർക്കായി സഹായം നൽകാൻ ഒരുക്കിയ സന്നദ്ധ സംഘടനകൾ 10 സംഘടനകളുടെ ഒരു കണക്കുണ്ട്. പുരുഷ പീഡനം അങ്ങനെയുണ്ട് കേട്ടോ. പുരുഷന്മാർക്കായി സഹായം ചെയ്യാൻ ഒരുക്കിയ 10 സംഘടനകൾ, ഹെൽപ്പ് ലൈൻ. കഴിഞ്ഞ വർഷം ഇന്ത്യ മഹാരാജ്യത്ത് 60,402 പരാതി ഉണ്ടായിരുന്നു എന്നാണ് പുരുഷ പീഡനം. അയ്യോ, മറ്റേത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അത്രയും ഫോൺ കോള് പരാതികളുണ്ട്. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം 700ഓളം ഉണ്ടായിരുന്നു എന്ന്. ഓ, പുരുഷ പീഡനത്തിൻ്റെ കഥയാണ്. ഈ വർഷം അതിനെ കവച്ചു വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ സ്ത്രീക്കല്ല, പുരുഷനാ. കാരണം എന്താ? ഈ സ്ത്രീക്ക് ദേഷ്യം വന്നാൽ, എന്നോട് ക്ഷമിക്കണം, സ്ത്രീയെക്കുറിച്ച് പറയുന്ന അവൾ വേവ് പോലെയാണെന്നാ. വേവെന്ന് പറഞ്ഞാൽ എന്താ? WAVE. എന്താ? തിരമാല. അതിങ്ങനെ ഒരു തിരമാലയുടെ പ്രത്യേകത എന്താ? ഒരു തിരമാല ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയ്ക്കോട്ട് കടലിൽ കയറി വരുമ്പോൾ നമ്മൾ പുറകോട്ടങ്ങ് മാറും. പിന്നെ നോക്കുമ്പോൾ ഒരു 5 മിനിറ്റത്തേക്ക് വരത്തില്ല, തീരത്തോട്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കും. പിന്നെ ഒരു വരവുണ്ട്, അത് മുമ്പേ വന്നതിൻ്റെ ചേട്ടനാ പിന്നെ അടുത്ത തിരമാല. അതിങ്ങനെ കയറിയും കുറഞ്ഞു. സ്ത്രീയുടെ ദേഷ്യം പലപ്പോഴും ഇങ്ങനെ വേവ് പോലെയാണെന്ന്. അത് എപ്പോഴും എങ്ങനെയെന്നുള്ളതാണ്. അവളുടെ സങ്കടം അങ്ങനെ തന്നെയാണ്. അത് പലപ്പോഴും വേവ് പോലെ സ്റ്റീൽ പാത്രത്തിൻ്റെ പുറം, അലൂമിനിയം പാത്രത്തിൻ്റെ വശം, ഫ്രിഡ്ജിൻ്റെ ഡോറ്, അടുക്കളയുടെ കതക് മുതലായ സാധനങ്ങളിൽ അവൾ ആരോപിച്ചു തീർക്കും. പക്ഷെ പുരുഷൻ്റെ ദേഷ്യവും സങ്കടവും പലപ്പോഴും കേവ് പോലെയാണെന്ന്. കേവ്, CAV എന്ന് പറഞ്ഞാൽ ഗുഹ. പുള്ളി ഈ ഒരു ഗുഹയിലൊക്കെ കയറുന്ന പോലെ. ഒരു സ്ട്രെസ് വന്നാൽ, ദേഷ്യം വന്നാൽ 3 ദിവസത്തേക്ക് പിന്നെ തീറ്റ എടുക്കുകയല്ല, 4 ദിവസത്തേക്ക് പിന്നെ മിണ്ടുകയല്ല. അങ്ങനെയുള്ള കുറേ കലാപരിപാടികളുമായിട്ട് പുള്ളി ഇങ്ങനെ വീട്ടിലും പരിസരത്തും സമീപത്തെ ജംഗ്ഷനിലും ഒക്കെ ആയിട്ട് കറങ്ങുന്നത്. ആ നാളുകളിൽ പുള്ളി എത്രയും വൈകി വീട്ടിൽ വരാനായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കേവ് പോലെയാണ്. പുള്ളി ഇങ്ങനെ അങ്ങ് ഒതുങ്ങി നടക്കും. ഞാൻ ഉൾപ്പെടെയുള്ള ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പം ഈ പുരുഷൻ ഇങ്ങനെ കേവ് പോലെ ഒതുങ്ങി കൂടുമ്പോൾ അവൻ്റെ സ്ട്രെസ്സും കൂടുതലാണ്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു. അതുകൊണ്ടാണ് ഈ ഏലി പുരോഹിതന്റെ വീട്ടിൽ വേറെ ആർക്കും അറ്റാക്ക് വന്നില്ല. പെട്ടകം പിടിപെട്ടു പോയി എന്ന് പറഞ്ഞു. ആർക്കും മാത്രമേ അറ്റാക്ക് വന്നുള്ളൂ? ഈ പാവപ്പെട്ട ആണൊരുത്തന് മാത്രമേ എന്ത് വന്നുള്ളൂ? അറ്റാക്ക് വന്നുള്ളൂ. ഈ പുരുഷന്റെ പ്രത്യേകത അതെ, മുന്നോട്ടും പിന്നോട്ടും വയ്യാത്ത രീതിയിൽ അവനിങ്ങനെ നിൽക്കും. നടുവിൽപ്പെട്ട് കിടക്കുന്ന ഭാര്യ ഒരു സൈഡിൽ, ഭാര്യ ഒരു സൈഡിൽ, അമ്മ, ഇങ്ങനെ പല സൈസ് ഉണ്ടായിട്ട് മുന്നോട്ടും പിന്നോട്ടും ഒക്കാത്ത രീതിയിൽ. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, ആഫ്രിക്കയിൽ ഏതോ ഗോത്രവർഗത്തിൻ്റെ ഇടയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളാരും വിചാരിക്കല്ലേ. അങ്ങനെ ഇങ്ങനെ ബൾബ് ഫ്യൂസ് ആവുന്ന പോലെ പുള്ളി ഒരു ദിവസം അങ്ങ് പോത്തേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഉണക്കമയും പോലെ പുള്ളി അങ്ങ് ആവുക. ചോര നീരൊന്നും ഇല്ല. പിന്നെ ഈ കണ്ണീരൊക്കെ പുറത്ത് കരയാനൊക്കാത്തതുകൊണ്ട് കണ്ണീരൊക്കെ ഇറങ്ങി മീശയ്ക്കകത്ത് ഇറങ്ങി മീശയും വളർന്ന് ഇതല്ല, ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പുരുഷന്റെ ജീവിതശൈലി പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഏലി പുരോഹിതൻ തൻ്റെ വീട്ടിൽ ഇത് നന്നായിട്ട് അനുഭവിച്ചു. ഈ സംഘടനകളൊന്നും പുരുഷന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അവൻ തനിയെ ഇരുന്ന് കരയും. പലപ്പോഴും ഈ ആണുങ്ങളൊക്കെ ഈ ബലംപിടുത്തം മാത്രമേ ഉള്ളൂ, അല്ലേ? ബലംപിടുത്തം മാത്രമേ ഉള്ളൂ. ഓർക്കുക, അങ്ങനെ ഏലി പുരോഹിതന്റെ ഈ വാർദ്ധക്യത്തിൽ ആ പുരുഷൻ എന്ന നിലയിൽ അദ്ദേഹം അനുഭവിച്ച ആ വലിയ ഏകാന്തതയുണ്ട്. ഓർക്കുക, ഈ ഭാഗം ഞാൻ രണ്ടാമത്തെ ചിന്ത അവിടെ വിടുമ്പോൾ ഓർക്കണം, വാർദ്ധക്യത്തിൽ കൂട്ടുണ്ടാവുക. മോശയുടെ കരങ്ങൾ താഴാതെ അഹ്റോനും ഹൂരും ഒക്കെ സൈഡിൽ നിന്ന് താങ്ങിപ്പിടിച്ചതുപോലെ
നമ്മുടെ പ്രായമുള്ളവരുടെ തല താഴാതിരിക്കാൻ ഒന്ന് താങ്ങിപ്പിടിക്കാം. എന്നെ കേൾക്കുന്ന കൗമാരത്തിലും യൗവനത്തിലുമുള്ള മക്കളെ, നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരുടെ തല താഴാതിരിക്കാൻ, ആ കരങ്ങൾ താഴാതിരിക്കാൻ അവരെ ഒന്ന് താങ്ങിപ്പിടിക്കാം. അതാണ് വേണ്ടത്. എലി പുരോഹിതന്റെ ജീവിതം. ഇന്ന് ഞാൻ പറഞ്ഞത് വൃദ്ധർക്ക് വേണ്ടിയിട്ടാണ്. ഓർക്ക് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, ദാവീദിന്റെ പട്ടണത്തിന്റെ പ്രൗഢിയുടെ പിൻപിൽ വരമ്പ തന്തി ഉറങ്ങിയ വല്യപ്പൻ ബോവസിന്റെ വിണ്ടുകീറിയ പാദങ്ങളുടെ കഥയുണ്ട്. ബോവസിന്റെ കൊച്ചുമോന്റെ മോനാണ് ദാവീദ്. എല്ലാ ജീവിതങ്ങളുടെയും നന്മകളുടെ പിൻപിൽ, യോസഫിന്റെ കളപ്പുരകൾക്ക് പിൻപിൽ അബ്രഹാമിന്റെ അലച്ചിലുകളുണ്ട്. ശലോമോന്റെ മാളികകൾക്ക് പിൻപിൽ ദാവീദിന്റെ കവിണയും കല്ലുമുണ്ട്. സങ്കീർത്തനങ്ങളുടെ ശ്രുതി ഭംഗിക്ക് പിൻപിൽ ദാവീദിന്റെ മരുഭൂമിയിലെ ഗദ്ഗതങ്ങളുണ്ട്. ഭാഗ്യവതി എന്ന് മറിയം കേട്ട പേരിന്റെ പിൻപിൽ ഒരു പഴയ ജീവിതത്തിന്റെ കയ്പനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വേരുകളുടെ വെയിലാണ് നമ്മുടെ തണലെന്നുള്ളതൊന്നും മറന്നു പോകരുത്. രണ്ടാമത്തെ ചിന്ത ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഏലി പുരോഹിതൻ ഏറ്റുവാങ്ങിയ ശാപം, 2 പരാജയങ്ങൾ അദ്ദേഹത്തിന് പറ്റിയത്. ഒന്നാമത്തേത് അഴകോടെ ആരംഭിച്ചു, അഴുക്കോടെ അവസാനിപ്പിച്ചു. രണ്ടാമത്തേത് വാർദ്ധക്യം വല്ലാത്തൊരു നീറ്റലായിപ്പോയി. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് ഉരുകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, പ്രായമുള്ള പല മനുഷ്യരുടെയും ജീവിതങ്ങൾക്ക് വേണ്ടി, ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ, ഒരു സെർവൻ്റ് നോക്കുന്നുണ്ട്. ബാത്റൂമിൻ്റെ അവിടെ ഒരു 3 മീറ്റർ നീളമുള്ള ഒരു ഓസ് ചുരുട്ടിയിട്ടിരിക്കണം. മക്കള് പുറത്താണ്. അപ്പോൾ ആ ഓസ് എന്തിനാണെന്നൊരു, സാധാരണ ഓസ് പുറത്തൊക്കെ നമ്മൾ പോത്തിനെ കുളിപ്പിക്കാനോ കാളെ കുളിപ്പിക്കാനോ വണ്ടി കഴുകാനോ ഒക്കെ ഇട്ടേക്കും. ഈ അകത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ മുമ്പിൽ ഈ ഓസ് ഇങ്ങനെ ചുരുട്ടിയിട്ടേക്കണത് എന്തിനാണെന്ന് ഞാൻ ഒരു വേള ശങ്കിച്ചു. അവിടെ നിന്ന് എനിക്ക് സംഗതി കിട്ടി. ഈ അമ്മച്ചി അത്ര അങ്ങോട്ട് അനുസരിക്കുന്ന അമ്മച്ചിയല്ല, നല്ല പ്രായമായി, പിന്നെ കുറച്ച് വൃത്തിക്കുറവും ഒക്കെ ഉണ്ട്. ഈ സെർവൻ്റ് സ്റ്റൂളയിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് ഈ ടാപ്പിൽ നിന്ന് ഓസ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഓസ് വെച്ചിങ്ങനെ കുളിപ്പിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ ഇത്തിരി ദൂരെ നിന്നിട്ട്. അത്തരം ഒരു കാഴ്ച, അത്തരം ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുമ്പോൾ, ഈ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ, ഒത്തിരി വീടുകളിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെട്ടു പോയ വാർദ്ധക്യം, തകരുന്ന വാർദ്ധക്യം, തളർന്നു പോകുന്ന വാർദ്ധക്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളെ, ഇന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ പ്രായമുള്ളവർ ഇത്തിരി കൂടെ ഒന്ന് കരുതാം, ഇത്തിരി കൂടെ ചേർത്ത് പിടിക്കാം. മോശ കണ്ടൊരു തേജസ് ഉണ്ട്, മുള്ളുകൾക്കിടയിലെ തേജസ്. 80-ാമത്തെ വയസ്സിൽ മരുഭൂമിക്ക് അപ്പുറം ചെന്നു, മുൾപ്പടർപ്പിനിടയ്ക്കൊരു തേജസ് കണ്ടു. ജീവിതത്തിൽ ഒത്തിരി മുള്ളുകളുള്ള കാലമാണ് വാർദ്ധക്യം, എല്ലാം മുള്ളാണ്. അതിൻ്റെ ഇടയ്ക്കൊരു തേജസ് കണ്ട് കടന്നു പോകാൻ അവർക്കൊരു കാഴ്ച കൊടുക്കാം. മൂന്നാമത്, ഏലി പുരോഹിതന്റെ 3-ാമത്തെ പരാജയം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരാജയമാണ്. പരസ്യ വിജയങ്ങൾക്കിടയിൽ തകർന്നു പോകുന്ന ഗാർഹിക അടിത്തറ. ഡൊമസ്റ്റിക് ബേസസ് ക്രംബിൾഡ് ആയിരുന്നു. പബ്ലിക് വിക്ടറീസ് ധാരാളം ഉണ്ടായിരുന്നു. പരസ്യ വിജയങ്ങൾക്കിടയിൽ വീട് തകർന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ, ഏലി പുരോഹിതന് 98 വയസ്സ്, 40 വർഷത്തെ സർവീസ്, ആള് പബ്ലിക് അഡ്രസ്, ഭയങ്കര ക്ലീൻ ഇമേജ് ആണ്. പക്ഷേ ദ സൺസ് ഓഫ് ഏലി വെയർ സ്കൗണ്ടറൽസ്. ഏലിയുടെ മക്കൾ താന്തോന്നി, തെമ്മാടിക്കൂട്ടം, മലയാളം ബൈബിളിൽ നീചന്മാർ. ചന്തമുള്ള വൈദികനായിരുന്നു ഏലി, പക്ഷെ ദുരന്തമായി മാറിയ ഒരു അപ്പനാണ്. കാരണം ഏലി വാസ് സോ ബിസി. പുള്ളിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കാണ്. ശുശ്രൂഷയുടെ തിരക്ക്, ഒടുക്കത്തെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏലി, ഹി വാസ് സോ ബിസി. നമ്മുടെ കാര്യമാണ്, നമ്മളൊക്കെ വളരെ ബിസിയിൽ ഓടിക്കൊണ്ടിരിക്കുക. പബ്ലിക് വിക്ടറീസ് ഒത്തിരി പറയാൻ നമുക്കുണ്ട്, പക്ഷെ നമ്മുടെ വീട് തകർന്നു പോകുന്നു. നിങ്ങൾ ഓർക്കണം, ഈ ഹൊഫ്നി ഫിനെഹാസുമാണ് ഏലിയുടെ മക്കൾ. ഇതുങ്ങളാണ് പിഴയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ പിള്ളേരുടെ കൂടെ വളർന്ന ഒരാളുണ്ട് ആ പെട്ടകത്തിൻ്റെ അടുത്ത്, ആരാന്നറിയാം? ശമൂവേൽ ബാലൻ. ആ കുഞ്ഞു മാത്രം നന്നായി വളർന്നു. ശമൂവേൽ ബാലൻ നന്നായി വളർന്നു. എന്തുകൊണ്ട്? ആ ശമൂവേൽ മാത്രം തിന്മ ചെയ്യാതെ മാറി നിന്നു. കാരണം വളർത്തു ഗുണമാണ്. ശമൂവേൽ ബാലൻ്റെ അമ്മ ആരാ? ഹന്ന അല്ലേ? അപ്പൻ എൽക്കാന. അങ്ങനെയാണ് വീട്ടിൽ ആ കുഞ്ഞിനെ വളർത്തിയത്.
3 പേരിൽ ഒരാൾ തിന്മ ചെയ്യാതെ മാറി നിന്നെങ്കിൽ ബാക്കി 2 പിഴയായിപ്പോയി. കാരണം അപ്പൻ വാസ് സോ ബിസി. മണക്കാലിൽ എന്നെ കേൾക്കുന്ന അപ്പൻ ഒത്തിരി ബിസിയാണോ? വൈകിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ സമയമില്ല. ഇരട്ട പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ 2 ചെവിയിലും മൊബൈലോട്ടാണ് വന്ന് കയറുന്നത്. ഇത് താത്തു വെക്കാൻ സമയമില്ല, വീടിന് സമയമില്ല, സംസാരിക്കാൻ സമയമില്ല, മക്കളെക്കുറിച്ച് കേൾക്കാൻ സമയമില്ല, മക്കളെ കേൾക്കാൻ സമയമില്ല. 2ാം ക്ലാസ്സുകാരി അവളുടെ കൊച്ചു സങ്കടമായിട്ടാണ് വരുന്നത്. അവളുടെ പെൻസിലിന്റെ മൊനയൊടിഞ്ഞ കഥ അവൾക്കതൊരു വലിയ പ്രശ്നമാണ്. താങ്കൾക്കത് വളരെ നിസ്സാരമായിരിക്കാം. നമ്മൾ വളരെ ബിസിയാണ്. സൺസ് ഓഫ് ഏലി വെയർ സ്കൗണ്ടറൽസ്. കാരണം ഏലി വാസ് സോ ബിസി. ഏലി വലിയ ബിസിയുള്ള മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മുടെ വീട് ഏലിയുടെ വീടാവല്ലേ. ഏലി പുരോഹിതന്റെ വീട്ടിൽ ഒരു കുഴപ്പമുണ്ട്. ആ വീട്ടിൽ അമ്മയില്ല, അമ്മയുടെ പേരില്ല. എവിടെ? ഇന്ന് കൗൺസിലിംഗ് വിഭാഗം ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, മിസ്സിംഗ് മദേഴ്സ്. മിസ്സിംഗ് മദേഴ്സ്, മറ്റൊന്ന് മിസ്സിംഗ് ഫാദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനില്ല, അപ്പനെ നഷ്ടപ്പെട്ടു, അപ്പൻ വീട് വിട്ടുപോയി എന്നല്ല എൻ്റെ അർത്ഥം. എല്ലാവരും ഒരു വീട്ടിലുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കിട്ടുന്നില്ല. അമ്മയ്ക്ക് സമയമില്ല, അപ്പന് സമയമില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്ന പേരാണ് മിസ്സിംഗ് മദർ, മിസ്സിംഗ് ഫാദർ. നാട്ടിലൊക്കെ പുപ്പുലിയാണ്, നാട്ടിലൊക്കെ വലിയ സിംഹമാണ്, വലിയ സുൽത്താനായിട്ട് നടക്കുക. പക്ഷെ വീട്ടിൽ, സുഹൃത്തെ, താങ്കളോടാണ്, എന്നോടാണ് ഈ വചനം സംസാരിക്കുന്നത്. ഏലി വാസ് സോ ബിസി. മക്കൾ സ്കൗണ്ടറൽസ് ആകരുത്. മിസ്സിംഗ് മദേഴ്സ്. ഏലി പുരോഹിതന്റെ വീട്ടിൽ അമ്മയില്ല. അതുകൊണ്ടാണ് ഈ ഏലി പുരോഹിതന്റെ ഒരു വലിയ കുഴപ്പം, അപ്പന്റെ കുഴപ്പം 1-ാം അധ്യായം 29-ാം വാക്യത്തിലുണ്ട്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ ഇങ്ങനെയാണ് ദൈവം ഏലി പുരോഹിതനോട് ചോദിക്കുന്നത്, നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുന്നത് എന്താ? നീ നിന്റെ മക്കളെ എന്നേക്കാൾ ബഹുമാനിക്കുന്നത്. ശരിയാ, നമ്മളും അങ്ങനെയാ. നമ്മുടെ പിള്ളേരെ കുറിച്ച് നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ കൊച്ചിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, അവനെ ഇങ്ങനെ എന്നടുത്ത് വെച്ചൊന്ന് കണ്ടായിരുന്നു കേട്ടോ, ഓ പുള്ളി, നമുക്ക് പിന്നെ അവനോടാണ് വിരോധം, ആ പറഞ്ഞവനോടാണ് വിരോധം. സൺഡേ സ്കൂളിൽ മുന്നിൽ നിൽക്കുന്ന കൊച്ചിൻ്റെ കയ്യെല്ലാം കാണുന്ന പിടിച്ച് നേരെ ടീച്ചർ പിടിച്ച് നിർത്തിയാൽ പിന്നെ ആ ടീച്ചർക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ മക്കളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. വി ആർ റിവോൾവിങ് അറൗണ്ട് ദ ചിൽഡ്രൻ. ഏലി പുരോഹിതനോട് ദൈവം ചോദിക്കുക, നീ നിന്റെ മക്കളെ എന്നേക്കാൾ ബഹുമാനിക്കുന്നത് എന്താ എന്ന് പറഞ്ഞാൽ, എനിക്ക് അർപ്പിച്ച യാഗത്തിൽ നിന്ന് ആ പിള്ളേർ വാരിക്കൊണ്ട് പോകുമ്പം എന്നാടോ ശാസിക്കാത്തറ അപ്പാ? അതുങ്ങളെ പിടിച്ചിരുത്താത്തരെന്താ? അതുങ്ങളെ ശാസിച്ച്, മക്കളെ ഇത് ദൈവകോപം വരും, ഇത് ശാപമാകുമെന്ന് കുഞ്ഞുങ്ങളോട് നീ പറയാത്തരെന്താണപ്പാ? ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന മക്കളോട് എന്താ നീ ശാസിക്കാത്തര അമ്മേ എന്നൊരു ചോദ്യമുണ്ട് ഈ പുസ്തകത്തിനകത്ത്, ഈ ഭാഗത്ത്. നമ്മൾ ന്യായീകരിക്കുക, നമ്മൾ നമ്മുടെ പിള്ളേരെ ഒരുപാട് ദൈവം തന്ന മക്കളെക്കാൾ മക്കളെ തന്ന ദൈവത്തെ സ്നേഹിച്ച ഒരു പഴയ തലമുറയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ദൈവം തന്ന മക്കളെക്കാൾ മക്കളെ തന്ന ദൈവത്തെ സ്നേഹിച്ചൊരു പഴയ തലമുറയുണ്ട്. ഇന്നോ അമിത സ്നേഹത്തിൻ്റെ തിമിരം കൊണ്ട് മക്കളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്ന അപ്പന്മാരും അമ്മമാരുമാണ് നമ്മൾ. നാട്ടിലെ മാന്യന്മാരൊക്കെ വീട്ടിൽ പരാജയപ്പെടുക. ഏലി, ഹി വാസ് സോ ബിസി. ഇപ്പം ജീവിതം ഇങ്ങനെ തീർന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ഏലിയുടെ ദാരുണ മരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ ചിന്തിക്കുക, 3ാമത്തെ ചിന്ത, വീട് തകർന്നു പോയി. കാരണം വലിയ തിരക്കായിരുന്നു പുള്ളിക്ക്. എത്ര നന്നായി തുടങ്ങിയൊരു മനുഷ്യനാണ്. സഹോദരങ്ങളെ, ജീവിതം ഇങ്ങനെയാണ്. ദാമ്പത്യത്തെക്കുറിച്ച് ആരോ 2 വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രായമുള്ളവരോടാണ്. ഇനി നമുക്കൊരൽപ്പം പ്രേമിച്ചിടാൻ തുടങ്ങിടാം, കാമുകി കാമുകന്മാരാവാം, നമുക്ക് പിരിയേണ്ടയോ. കല്യാണം കഴിച്ച 50-55 കഴിഞ്ഞവർക്ക് മാത്രമായിട്ട് കവിത ഒരിക്കൽ കൂടെ പാടുന്നു. ഇനി നമുക്കൊരൽപ്പം പ്രേമിച്ചിടാൻ തുടങ്ങിടാം, പിന്നെ വയസ്സാം കാലത്ത് കാമുകി കാമുകന്മാരാവാം, നമുക്ക് പിരിയേണ്ടയോ.
വല്ലതും മനസ്സിലായോ? പിന്നെ ഇനി എത്ര നാളാ ഒരുമിച്ച്? 60 കഴിഞ്ഞൊരു ചിന്തിച്ചേ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി എത്ര നാളാ? അതാച്ചാ ഒരു ആശ്വാസം. 70 കഴിഞ്ഞൊരു ചിന്തിച്ചേ, ഇനി നിങ്ങൾ രണ്ടുപേരോട് എത്ര നാളാ? നമുക്ക് പിരിയേണ്ടയോ? ഒരു വാക്യം ഇങ്ങനെയാണ്, 1 ശമൂവേൽ 3:18. ഈ ശമൂവേൽ ബാലൻ ഏലി പുരോഹിതനോട് എന്ന് പറഞ്ഞു, ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏലി പുരോഹിതൻ്റെ വീടിൻ്റെ അകൃത്യവും ശാപവും മാറ്റില്ല. അപ്പോൾ ഈ പുരോഹിതൻ്റെ മറുപടി എന്തെന്നറിയാം? ദൈവം ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഈ 98 പിന്നെ അല്ലാതെ എന്ത് പറയാനാണ്? ദൈവം ഇഷ്ടം പോലെ ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞ മനുഷ്യൻ മരിക്കുക. കൊച്ചുമകൻ ഇഖാബോദ്, അപമാനകരം, ഇൻഗ്ലോറിയസ്. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി ദുരന്തത്തിൻ്റെ നാമം പേറി ജീവിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന 10,000-ങ്ങളല്ല, നമ്മുടെ മരണത്തിന് സാക്ഷിയാകാൻ പോകുന്ന 2-3 പേരിലാണ് നമ്മുടെ ജീവിതത്തിന് മാർക്കിടാനുള്ള അവകാശം. ഏലിയുടെ മരണം ഒരു വല്ലാത്ത ദുരന്തമായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല മനുഷ്യൻ മരിക്കേണ്ടത്. 3 പരാജയങ്ങൾ. നമ്മുടെ വീട് ഒരു ഏലി പുരോഹിതൻ്റെ വീടായിട്ടില്ലേ സഹോദരി? ചിലപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു ഏലി പുരോഹിതൻ്റെ വീടിൻ്റെ ഗന്ധമില്ലേ സഹോദര? ചിലപ്പോഴെങ്കിലും ഈ രാത്രി നമുക്ക് നമ്മുടെ പ്രായമുള്ളവരെ അല്പം കൂടെ സ്നേഹിക്കാം.